രാത്രിയിലെ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന പുസ്തക പഠന പരമ്പരയുടെ 17ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 16 ക്ലാസ്സുകളിലായി ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് നാം ചിന്തിച്ച വിഷയങ്ങളുടെ തുടർ പഠനങ്ങളിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ 34 മുതലുള്ള വാക്യങ്ങളിലേക്കാണ് തുടർന്ന് നമ്മൾ ഒന്നിച്ച് വായിച്ച് ധ്യാനിക്കാനായിട്ട് കർത്താവിൽ ആശ്രയിക്കുന്നത്. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തേക്കുന്നത് തന്നെ എന്റെ ആഹാരം. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവനിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊൽ ഇതിൽ ഒത്തിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. കർത്താവ് ശമരിയക്കാരത്തി സ്ത്രീയോടുള്ള സംഭാഷണ പരമ്പരയോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചത്. ദീർഘമായ സമയം സ്ത്രീയോട് കർത്താവ് സംസാരിച്ചു. ശമരിയ ജാതിയെക്കുറിച്ചും അവളുടെ ബന്ധത്തിൽ അവൾ ആരായിരുന്നു, ഇന്നലെ അവളുടെ ഭൂതകാലം, വർത്തമാനകാലം, അതുപോലെ ഭാവി കാലത്തെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കർത്താവ് വെളിപ്പെടുത്തി. അത് മാത്രമല്ല, അവൾക്ക് മശിക വരുന്നു എന്നുള്ള കാഴ്ചപ്പാട് ഉണ്ട് എന്നുള്ളത് അവൾ വാസ്തവത്തിൽ യേശുവോട് അറിയിച്ചപ്പോൾ കർത്താവ് തന്നെ ആ മശിയാകുന്നു അവനെന്ന് അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇടയായിരുന്നു. ഈ മശിക വരുന്നു എന്നുള്ള ആഗ്രഹം അവളുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. അത് വെളിപ്പെട്ട് കിട്ടിയപ്പോൾ, അവനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവളുടെ ഉള്ളം വാസ്തവത്തിൽ സന്തോഷത്താൽ നിറഞ്ഞു. ഇവിടെ നമുക്കൊക്കെ ആഗ്രഹിക്കുന്ന കാര്യം കേൾക്കുകയോ കാണുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളം സന്തോഷത്തെ ബാക്കിയുള്ളെല്ലാം മറന്നു പോകും. ഇതാണ് അവളുടെ ജീവിതത്തിൽ വന്ന വലിയ മാറ്റത്തിന് കാരണമായി തീരുവാനിടയാക്കുന്നത്. അവൾ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞത് 25-ാം വാക്യത്തില്, സ്ത്രീ അവനോട് മശിക എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നെന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരുമെന്ന് പറഞ്ഞു. യേശുവോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിക എന്ന് പറഞ്ഞു. ഈ മശിക അഥവാ ലോക രക്ഷകൻ എന്നുള്ള ശബ്ദം അവളുടെ ഹൃദയത്തിൽ വീണപ്പോൾ അവൾക്ക് മനസ്സിലായി, രക്ഷപ്പെടുവാൻ മാർഗമുണ്ട്. കാത്തിരുന്ന, അവൾ ആഗ്രഹിച്ചിരുന്ന ഈ അവിടെ പാപമയമായിരിക്കുന്ന ജീവിതത്തിൽ നിന്ന് വിടുതൽ കിട്ടുവാൻ മശിക വന്ന് സകലതും ഉപദേശിച്ചെന്ന് അവളെ വിടിവിക്കും, അവൻ രക്ഷിക്കുമെന്നുള്ള അതും അവൾ കാത്തിരുന്നവനെയാണ് അവൾ കണ്ടത് എന്നുള്ളതുമായ ആ സന്ദർഭമാണ് നമ്മൾ കഴിഞ്ഞ ചിന്തിപ്പാട്ടിടയാറ്റുന്നത്. അത് അറിഞ്ഞപ്പോൾ, അത് അവിടെ മനസ്സിലായപ്പോൾ, യേശുവോട് പറഞ്ഞപ്പോൾ അവിടെ കാതിൽ ആ മശിക ആകുന്നു ഞാൻ എന്നുള്ള കർത്താവിന്റെ ആ വാക്കുകൾ അവിടെ ഹൃദയത്തെ വല്ലാതെ സ്പർശിപ്പാനിടയാറ്റും. അപ്പോൾ ഉടൻ തന്നെ അവള് അവിടെ ആ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്നു. ജനങ്ങളോട്, ഞാൻ ചെയ്തൊക്കെയും എന്നോട് പറഞ്ഞൊരു മനുഷ്യനെ വന്ന് കാണുകയും. അപ്പോൾ കർത്താവ് മശികയാണെന്ന് വെളിപ്പെടുത്തിയ അതിനോടനുബന്ധമായിട്ടാണ് ശിഷ്യന്മാർ പട്ടണത്തിൽ നിന്ന് ആഹാരം കൈക്കൊണ്ടു വന്നത്. ക്രിസ്തുയോട് സംസാരിക്കുന്നതിനെ കുറിച്ച് അവർക്കറിയാം, ക്രിസ്തു സംസാരിക്കുന്നത് ആഴമേറിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിനകത്ത് ഇടപെടാൻ പോയില്ല. എന്താണ് യേശു സംസാരിച്ചതെന്നുള്ള അവർ ചോദിച്ചിട്ട് അവരെ ഏൽപ്പിച്ച ദൗത്യം അവർ ചെയ്യാൻ കഴിയാത്ത, അത് ഭക്ഷണം വെളിപ്പെടുത്താത്ത. എന്നാൽ അവര് ആശ്ചര്യപ്പെട്ടു, കർത്താവ് എന്തായിരിക്കും ഈ നട്ടുച്ച സമയത്ത് ഇവളോട് സംസാരിച്ചെന്നുള്ള വിഷയം അവർക്ക് വളരെയധികം അതേക്കുറിച്ച് ആശ്ചര്യപ്പെടാൻ കഴിയാത്ത. എന്നാൽ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പിന്നെ ഒട്ടും സമയം അവിടെ കളയാനില്ലായിരുന്നു. ആ സന്തോഷ വർത്തമാനം അവൾ ഉടൻ തന്നെ പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട് പറയുകയാണ്, ഞാൻ ചെയ്തൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുമീൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. ഈ പട്ടണത്തിൽ ചെന്ന് ഇവൾ വളരെ ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത് അസാധാരണമായൊരു സംഭവമാണ്.
ഞാൻ വിശ്വസിക്കുന്ന അന്ന് വരെയും ശമരിയ പട്ടണത്തിൽ പറഞ്ഞു കേൾക്കാത്ത ഒരു സന്ദേശമാണ് അന്ന് അവിടെ ഘോഷിക്കപ്പെടുവാനായിട്ട് വന്നത്. നമുക്കറിയാം, തിരുവചനം പഠിക്കുമ്പോൾ അനേക സ്ത്രീകൾ ഈ സുവിശേഷത്തിന് വേണ്ടി അവരെ ദൈവം പ്രദമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തരക്കാര്യത്തിൽ മറിയെ കുറിച്ച് നോക്കുമ്പോൾ അവളാണ് യേശുവിന്റെ സുവിശേഷം ഉയർത്തപ്പെട്ട ക്രിസ്ത്യാനി കണ്ടത്. ശമരിയ പട്ടണത്തിൽ അതുപോലെ ക്രിസ്തുവിന്റെ സന്ദേശവാഹിയായി അല്ലെങ്കിൽ അവിടുത്തെ സുവിശേഷകയായി ദൈവം അയച്ചത് ഈ ശമരിയക്കാരത്തെ സ്ത്രീയായിരുന്നു. അവൾക്ക് ആ ജീവനുള്ള വെള്ളം, ജീവന്റെ ഉറവയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും ആത്മീയ ആരാധനയെ കുറിച്ചുള്ള വ്യക്തതയും ഒക്കെ ലഭിച്ചപ്പോൾ ഭാവി വരാൻ പോകുന്ന ആത്മീയ ആരാധനയെ കുറിച്ചും മാറ്റങ്ങൾ എല്ലാം മാറി, പാരമ്പര്യങ്ങളെല്ലാം മാറി ഒരുമിച്ച് ആരാധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരും എന്നുള്ള ആത്മാവിലും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു ആരാധന കൂട്ടം ഉണ്ടാകാൻ പോകുന്നത് വേർതിരിവുകളില്ലാത്തതായിരിക്കും എന്നുള്ള കാഴ്ചപ്പാട് യേശുവോട് പങ്കുവയ്ക്കട്ടെ തോന്നുന്നു. വ്യക്തതയിൽ വളരെ സന്തോഷമുണ്ടായി. അപ്പോൾ വന്നത് ഭൗതികമായ അവിടെ ശാരീരികമായിട്ടുള്ള പുറമെയുള്ള ദാഹം തീർക്കാൻ വേണ്ടിയുള്ള വെള്ളത്തിനാ വന്നെങ്കിലും ആത്മാവിനെ ഉത്തേജിപ്പിക്കുന്ന നിത്യജീവനെ കുറിച്ചുള്ള സത്യ ആരാധനയെ കുറിച്ചുള്ള ഉൾബോധം അവിടെ ഉള്ളിൽ വന്നപ്പോൾ അവൾക്ക് പിന്നെ മറ്റൊന്നും ചിന്തിക്കാനില്ലായിരുന്നു. അവളോടം തന്നെ ഭൗമികമായിട്ടുള്ള ശാരീരിക എല്ലാ ആവശ്യങ്ങളെയും വെടിഞ്ഞിട്ട് ആത്മാവിന്റെ ആ പ്രേരണയാൽ അവൾ പട്ടണത്തിലേക്ക് ചെല്ലുവാനിടയായിട്ടും അങ്ങനെ അവൾ പട്ടണത്തിൽ ചെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞതാണ്, എന്നോട് ഞാൻ ചെയ്തതൊക്കെയും എന്നോട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഞാൻ ചെയ്തതൊക്കെയും ഇന്ന് വരെയും നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. ചെറിയ സ്ത്രീ പറയുകയായി, എന്നെ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. ശരിയാ, അവള് പകലങ്ങനെ വെളിയിറങ്ങാറില്ല, അല്ലെങ്കിൽ ആരുമായിട്ട് അവൾക്ക് സംസർഗമില്ല. ആരും ഇറങ്ങാത്ത സമയത്താണ് അവൾ വെള്ളം കോരുന്നത് എന്ന് പറഞ്ഞാൽ അവളൊരു അടച്ചിട്ട ഒരു ജീവിതമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, രഹസ്യ ജീവിതമായിരുന്നു. അപ്പോൾ പട്ടണത്തിലുള്ള മറ്റാർക്കും അവളെ വ്യക്തമായിട്ട് അറിയത്തില്ല എന്താണ്. എന്നാൽ അവൾ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്തതൊക്കെ, ഞാൻ ആരാകുന്നു എന്നുള്ളതിന്റെ ആ കാഴ്ചപ്പാട് മുഴുവൻ എന്നോട് പ്രവചിച്ച ഒരുവനെ ഞാൻ കണ്ടെത്തി. അവൻ ഒരുപക്ഷെ ക്രിസ്തുവാകുമോ എന്ന് എനിക്ക് നിശ്ചയിച്ചോട് പറയാൻ കഴിയത്തില്ല. കാരണം ഞാൻ പറഞ്ഞ നിങ്ങൾ കേൾക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഒരു കാര്യം, നിങ്ങൾ വന്ന് കാണുവീൻ, നിങ്ങൾ ചെയ്തതും അവൻ നിങ്ങളോട് പറയും എന്നാണ് അവൾ പറഞ്ഞതിന്റെ അർത്ഥം. ആ പട്ടണത്തിൽ എല്ലാവരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്നു. അപ്പോൾ ഇത് അവൾ ആ സുവിശേഷം ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം പ്രസ്താവിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആർക്കാണ് ഒരാളുടെ ഹൃദയത്തിലെ രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുത്താൻ കഴിയുന്നതെന്നുള്ള ചിന്ത വന്നപ്പോൾ ഈ പട്ടണക്കാരെല്ലാം കൂടി ഇത് കേൾക്കാൻ വേണ്ടി, അത് കാണാൻ വേണ്ടി, ആ വ്യക്തിയെ കാണാൻ വേണ്ടി അവരൊരുമിച്ച് പുറപ്പെട്ടു വന്നതിനെ കുറിച്ചാണ് ഹൈസ്കൂൾ ചിന്തിപ്പാണ്ടേറ്റ് വന്നത്. അപ്പോൾ ആ സമയത്ത് ശിഷ്യന്മാർ ഭക്ഷണം ഒരുക്കി അവര് കർത്താവ് പറഞ്ഞു, റവി ഭക്ഷിച്ചാലും എന്ന് പറഞ്ഞു. യേശുവിനോട് ഭക്ഷിക്കാൻ പറയുന്ന സമയത്ത് കർത്താവ് നോക്കുന്നത് ശമരിയ പട്ടണം മുഴുവന്റെ മുമ്പിലെത്തുക. അതായിരുന്നു കർത്താവിന്റെ ഉദ്ദേശവും. അതിനവൻ, നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട് എന്ന് അവരോട് പറഞ്ഞു. പറഞ്ഞു, ഇവരെ കണ്ടിട്ട് കർത്താവ് പറയാണ്, ഇതാണ് എന്റെ ആഹാരം. നിത്യജീവന്റെ മൊഴികളെ കേൾക്കുവാൻ വേണ്ടി എന്റെ അടുക്കൽ വരുന്നവർക്ക് ഞാൻ കൊടുക്കുന്ന ആഹാരം അത് കൊടുക്കണം. ദൈവം തന്നിരിക്കുന്ന വചനം അവർക്ക് കൊടുക്കുന്നതാണ് എന്റെ ആഹാരം. അതിനു വേണ്ടിയാണ് കർത്താവ് എന്നെ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ആ ആഹാരം കൊടുക്കുവാൻ എന്നെ പിതാവ് അയച്ചിരിക്കുന്നു. നിത്യജീവങ്കിലേക്കുള്ള വെള്ളവും ആഹാരവും കൊടുത്ത് ജീവിതങ്ങളെ നിത്യനാശത്തിൽ നിന്ന് മണ്ണത്തുന്നവരെ വിടിവിച്ച്, നിത്യദുഃഖത്തിൽ നിന്ന് നിരാശയിൽ നിന്നവരെ വിടിവിച്ച് സന്തോഷത്തിലേക്ക് പ്രവേശിപ്പിക്കണം എന്നുള്ള ദൗത്യമാണ് പിതാവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന്റെ പ്രാരംഭ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നല്ലോ. അതുകൊണ്ട് പിതാവ് എന്നെ അയച്ചത് അവന്റെ ഇഷ്ടം ഞാൻ ചെയ്യുന്നത് തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം എന്ന് കർത്താവോട് പറയാൻ കഴിയാത്ത. കർത്താവ് പറഞ്ഞ എന്റെ ആഹാരം ഇതാണ്, എന്റെ തൃപ്തി ഇതാണ്. പറയുകയാണ്, ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ ഇത് ഭൗമിക കൊയ്ത്തിനെ കുറിച്ചും ആത്മീയ കൊയ്ത്തിനെ കുറിച്ചുമുള്ള താരതമ്യം പഠിപ്പിക്കുക.
ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ നോക്കുക, നിങ്ങൾക്കറിയാം യഹൂദന്മാരുടെ കൊയ്ത്തിന്റെ സമയത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയാം ഇപ്പോൾ കൊയ്ത്തിനുള്ള സമയമാണെന്നറിയാം. 4 മാസം കഴിയുമ്പോൾ കൊയ്ത്തിന്റെ സമയം വരും. ഏകദേശം ഈ ഗോതമ്പ് കൊയ്തെടുക്കുന്നതിന്റെ കാലത്തെ കുറിച്ചാണ് കർത്താവോട് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്ന കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതാ പറഞ്ഞു, ഈ ഭൗമികമായിരിക്കുന്ന കൊയ്ത്തിനുള്ള സമയം 4 മാസം കൂടിയുണ്ട്. എന്നാൽ നിങ്ങൾ തലപൊക്കി നോക്കിയാൽ, അർത്ഥം തലപൊക്കി നോക്കിയാൽ മാത്രമേ ആത്മീയ കൊയ്ത്ത് കാണാൻ കഴിയത്തുള്ളൂ. തല താഴ്ത്തി നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭൗമികമായിരിക്കുന്ന കൊയ്ത്ത് അതിനുള്ള സമയം എടുക്കും. എന്നാൽ തല ഉയർത്തി നോക്കിയാൽ, അതാ പറഞ്ഞു, തല ഉയർത്തിയാൽ ഭൗതികമായിരിക്കുന്ന കൊയ്ത്തിനപ്പുറമായിരിക്കുന്ന ആത്മീയ കൊയ്ത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിപ്പോൾ തന്നെ വെളുത്തിരിക്കുന്നതിന്റെ അർത്ഥം ഇനി താമസമൊന്നുമില്ല കൊയ്തെടുക്കുവാനായിട്ട്. അതിനുവേണ്ടിയാണ് താൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. കർത്താവ് പറഞ്ഞത്, ആത്മാക്കളെ ശേഖരിക്കുവാൻ, നിത്യജീവനിലേക്ക് അവരെ ശേഖരിച്ച് കൊയ്തെടുക്കുവാൻ, അല്ലെങ്കിൽ അവരെ ചേർക്കുവാൻ വേണ്ടി കർത്താവ് വന്നു. അതിന്റെ സമയം അടുത്തിരിക്കുന്നു. അതിലേക്കുള്ള കാഴ്ചപ്പാടാണ് കർത്താവ്. തലപൊക്കി നോക്കിയാൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം. അർത്ഥം ദൈവം പറയുന്നത് നോക്കിക്കേ, പുറത്തെ അവിടെ അവിടെ വിതച്ചിരിക്കുന്ന ഗോതമ്പ് നോക്കിയാൽ അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി അതിന് കൊയ്തെടുക്കാൻ 4 മാസം കൂടി വേണം. എന്നാൽ നിങ്ങളിപ്പോൾ തലപൊക്കി നോക്ക്, ശമര്യ പട്ടണം മുഴുവൻ ഇവിടെ നിൽക്കുക. പറഞ്ഞു, ഈ കൊയ്ത്തിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. സംഭവം മനസ്സിലായി വിചാരിക്കുന്നു. 2 പാഠങ്ങളെ ദൈവം കാണിക്കുക, 2 പാടശേഖരം, 2 സ്ഥലങ്ങൾ കാണിക്കുക. ഒന്ന്, ഭൗമികമായിരിക്കുന്ന ഈ ലോകത്തിന്റെ ആഹാരത്തിന് വേണ്ടിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അവർ വിതച്ചിരിക്കുന്ന കൊയ്ത്ത് പാടങ്ങൾ, അത് ഗോതമ്പ് പാടങ്ങൾ, അത് കാണാൻ സാധിക്കും. അത് പറഞ്ഞ കർത്താവ് അതിന് 4 മാസം കൂടി ഉണ്ട്. പക്ഷേ നിങ്ങൾ തലയുയർത്തി നോക്ക്. നിങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരുമില്ലായിരുന്നു, ശൂന്യതയായിരുന്നു. യാക്കോബിന്റെ കിണറിന്റെ അടുത്ത് യേശു ഇരുന്ന് പോയപ്പോൾ ആരുമില്ല, ഒറ്റ മനുഷ്യൻ പോലും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു, ആരുമില്ലായിരുന്നു. എന്നാൽ ആ ശമര്യ സ്ത്രീ വന്നു കഴിഞ്ഞപ്പോൾ, അവളെ ദൈവം എനർജൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, അവൾ ദൈവത്തിന്റെ വചനം കൊടുത്തു കഴിഞ്ഞപ്പോൾ, അവൾ ആ വചനത്തിന്റെ ശക്തിയിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ സന്തോഷം പ്രൊക്ലെയിം ചെയ്യാൻ വേണ്ടി, അറിയിക്കാൻ വേണ്ടി അവൾ പട്ടണത്തിൽ പോയി കഴിഞ്ഞപ്പോൾ, എന്താ പറയുക, ചില മണിക്കൂറുകൾക്കുള്ളിൽ ഇതാ ഒരു കൂട്ടം ജനം ഒരുങ്ങി വന്നിരിക്കുക. അങ്ങനെ കിടക്കുന്ന പ്രിയപ്പെട്ടവരെ, രാത്രിയിലും നാം ഉദ്ദേശിക്കുന്നവരല്ല ദൈവപ്രവർത്തികൾ. അതെ, 1 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ 2 മണിക്കൂർ മുമ്പ് അവർ പോയപ്പോഴുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ യേശുവിന്റെ സാന്നിധ്യം ഉള്ള ആ സ്ഥലം. യാക്കോബിന്റെ കിണർ അവിടെയുണ്ട്. വെള്ളം കോരാൻ വന്ന സ്ഥലത്ത് യേശു യഥാർത്ഥമായ നിത്യജീവന്റെ മൊഴികളെ, ആരാധനയെക്കുറിച്ച്, ആഹാരത്തെക്കുറിച്ചൊക്കെ വെളിപ്പെടുത്തി അവനാണ് മശി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഒറ്റ ഒരു സ്ത്രീ അവള് പോയിട്ട് ആ പട്ടണത്തിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ആ പട്ടണക്കാർ മുഴുവൻ ഇപ്പോൾ യേശുവിന്റെ അടുക്കൽ വന്ന് നിൽക്കുകയാണ്. അതാ കഥ പറഞ്ഞത്. നിങ്ങൾ തലയുയർത്തി നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കുന്നത് കൊയ്ത്തിന്റെ സമയമായി, കൊയ്ത്തിന് വളഞ്ഞിരിക്കുന്നു. ഒരു കഥ പറഞ്ഞു, നീ നിങ്ങളെ അയക്കാൻ പോകുകയാണ്. ഇത് കൊയ്തെടുക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഇങ്ങനെ ആൾക്കാരെ എടുക്കണം, നിത്യജീവനിലേക്ക് കൊയ്തെടുക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളെ കണ്ടിരിക്കുന്ന, വിതയ്ക്കുന്നതിനും കാണുമെന്ന് കൊയ്ത്തിന് ഇവിടെ വിളിച്ചിരിക്കുന്നത് കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയും. അവര് തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടതാരെയാ? ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് കഴിക്കാതെ യേശു പറയുക, നിങ്ങൾ നോക്കിയാട്ട്. അതെ, വെളിയിലുള്ള പാടശേഖരങ്ങൾ അതിന് 4 മാസം കൂടി വേണം. എന്നാൽ ഒരു വ്യക്തി പോയി പട്ടണത്തിൽ അറിയിച്ച മുഖാന്തരമായ ശമര്യ പട്ടണം മുഴുവനും എന്റെ അടുക്കൽ വന്നിരിക്കുക. അവരെ കൊയ്തെടുക്കുവാൻ എനിക്ക് വളരെ എളുപ്പമാണ് ഇപ്പോൾ. അവൾ പോയി എന്ത് ചെയ്തു? വിതച്ചു. ആ വിത മുഖാന്തരമായി ആ പട്ടണം മുഴുവൻ ഇവിടെ വരാട്ടിടയാത്തത്.
ഇന്ന് രാത്രിയിലും പ്രിയപ്പെട്ടവരെ സുവിശേഷം അറിയിക്കുന്നവരെ ഒരുപക്ഷെ ആരും അറിയത്തില്ലായിരിക്കും. സുവിശേഷത്തിൽ പ്രാർത്ഥിക്കുന്നവരെ ആരും അറിയത്തില്ല. കൊയ്തെടുക്കുന്നവരെ അല്ലെങ്കിൽ സഭ സ്ഥാപിച്ച് അതിന്റെ രീതിയിൽ ചെയ്യുന്നവരെയൊക്കെ എല്ലാവരും അറിയത്തുള്ളൂ, ശുശ്രൂഷ ചെയ്യുന്നവരെ അറിയത്തുള്ളൂ. അതിന്റെ ഉള്ളിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരെ എല്ലാവരും അറിയണമെന്നില്ല. ട്രാക്ട് കൊടുത്തവര്, രാത്രിയിലും പകലും ഒക്കെ അന്ന് വ്യത്യാസമില്ലാതെ മലമുകളിലൂടെയും മറ്റു പല സ്ഥലങ്ങളിലും നടന്ന് സുവിശേഷം അറിയിച്ചവർ. എനിക്ക് ഓരോ സമയമുണ്ട്. ഇപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. നമ്മള് ചെറുപ്രായത്തിൽ ചെയ്ത വസ്തുക്കളൊന്നും പ്രായമാകുമ്പോൾ നമുക്ക് അതുപോലെ ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഓർക്കാറുണ്ട്, എത്രയോ സ്ഥലങ്ങളിൽ നടന്ന് സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് അങ്ങനെയുള്ള സാഹചര്യം അല്ല എങ്കിലും ഞാൻ ആഗ്രഹിക്കാറുണ്ട്. സുവിശേഷീകരണം നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹമായി. എത്രയോ രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആത്മാക്കൾക്ക് വേണ്ടി. അതൊക്കെ ഇന്ന് സന്തോഷത്തോടെ പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗ്യം അതാ. അതുകൊണ്ടാണ് 126-ാം സങ്കീർത്തനം 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാവുന്ന സങ്കീർത്തനമാണ്. 126-ാം സങ്കീർത്തനം 5-6 വാക്യങ്ങൾ: കണ്ണുനീരോട് വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു. ചെയ്യേണ്ട സമയത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമയമുണ്ട് കറ്റ ചുമന്ന് ആർത്ത് കൊണ്ടുവരുക. ആരും അറിയാതെ നമ്മളെല്ലാവോളം പ്രാർത്ഥിക്കുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും കറ്റ ചുമന്ന് ആർത്ത് കൊണ്ടുവരുന്ന ദിവസം കൂടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ദൈവം എല്ലാം കണക്കാക്കി വെക്കുന്നവനാണ്. ആരും അറിയത്തില്ലെങ്കിലും അംഗീകരിക്കത്തില്ലെങ്കിലും അറിയത്തില്ലെങ്കിലും ദൈവനാമത്തിന് വേണ്ടി ചെയ്തൊന്നും ദൈവം മറന്നു കളയത്തില്ല. അതാണ് കർത്താവ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവനിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നത് വിളവ് കൂട്ടിവെക്കുന്നു പറഞ്ഞു. പഴയ നിയമത്തിൽ നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചത് വിതയ്ക്കുന്നവന് കണ്ണുനീരും കരച്ചിലുമാണെങ്കിൽ കൊയ്യുന്നവൻ ആർപ്പോട് കൂടിയാ വരുന്നെങ്കിൽ പ്രതിനിധി കഥാവാണ് രണ്ടുപേരും ഒരുപോലെ സന്തോഷിക്കുന്ന അനുഭവത്തിലേക്ക് വരും. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും സന്തോഷിക്കുന്നു. അതിനധികം സമയം വേണ്ട. പറയാണ്, വിതയ്ക്കുന്നത് ഒരുത്തൻ കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊല്ലി ഇതിൽ ഒത്തിരിക്കുന്നു. വിതയ്ക്കുന്നത് ഒരുത്തൻ കൊയ്യുന്ന മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊല്ലി. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു, മറ്റുള്ളവർ അധ്വാനിച്ചു അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. കഥാ ഇവിടെ പറയാണ്, സുവിശേഷം ആത്മാക്കളെ കൊണ്ടുവരുന്നത് കഥാ പറഞ്ഞ് ഈ ശബരിയ പട്ടണക്കാരെ മുഴുവൻ കൊണ്ടുവന്ന് നിങ്ങൾ കൊണ്ടുവന്നല്ല, നിങ്ങളുടെ ഭക്ഷണം വെച്ചോ. അപ്പോ എന്നാൽ കൊയ്യാൻ വേണ്ടി കഥ വായിക്കുമ്പോൾ കഥാവ് അത് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ആളെ ഏതെങ്കിലും മാർഗത്തെ ഉപയോഗിച്ചിട്ടാണ് കൊയ്യാൻ വേണ്ടി ആ ദേശത്തേക്ക് ആൾക്കാരെ അയക്കുന്നത്. കഥാവ് അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആളുകൾ ചിഞ്ഞവരായി കുഴഞ്ഞവരായി നടക്കുന്ന കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, കൊയ്ത്ത് പറയുന്നുണ്ട് സത്യം, കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് കൊയ്ത്തിന്റെ യജമാനോട് അപേക്ഷിപ്പിക്കുമെന്ന് പറയാൻ തന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞത്, ഇവിടെ സുവിശേഷ വേല അതിൻ്റെതായിട്ടുള്ള പ്രായോഗികമായിരിക്കുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതുപോലെ കർത്താവ് പറയുക, സന്തോഷം കൂടി അതിനുണ്ട്. ആത്മാക്കൾ വിടിവിക്കപ്പെടുന്ന കാണുമ്പോൾ സന്തോഷമുണ്ടാകും. യേശുക്രിസ്തുവിന്റെ അധ്വാനം മുഖാന്തരമായിട്ടാണ് ഈ വചനം വിതയ്ക്കപ്പെടുവാനിടയായിത്തീരുന്നത്. ക്രിസ്തു ക്രൂശിൽ സഹിച്ച വേദന, പഴയ നിയമ പ്രവാചകന്മാർ പ്രവചിച്ച് കഷ്ടം സഹിച്ച വേദന വലുതായിരുന്നു. അവരെല്ലാം പ്രവചിച്ച് ക്രിസ്തുവിലേക്ക് ഒരുപാടെത്തും. ആ പ്രവചനം മുഴുവനും യേശു ക്രിസ്തു ആ വചനമാകുന്ന ശരീരം നമുക്ക് വേണ്ടി വിതയ്ക്കപ്പെടുവാൻ ഇടയെത്തും. അവൻ തകർക്കപ്പെട്ട് വിതയ്ക്കപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് കൊയ്തെടുക്കുവാൻ കഴിയുന്നത്. കഥ വായിക്കുന്നത്, മറ്റുള്ള അധ്വാനിച്ചു അവിടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ പുതിയ നിയമത്തിൽ താമസമില്ലാത്ത കൊയ്ത്താണ്. അതിനധികം സമയം വേണ്ട. അത് ഒരുമിച്ച് സന്തോഷിക്കത്തക്കവണ്ണമുള്ള ഒരു കൊയ്ത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിലെ പോലെയുള്ള ആ കഷ്ടത നിറഞ്ഞ് പോകുന്ന കഷ്ടത ഇല്ലെന്നല്ല, കഷ്ടത സഹിച്ചിട്ട് സന്തോഷിക്കാൻ കഴിയാതെ പ്രവാചകന്മാരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്.
അവരൊക്കെ കല്ലേറുകൊണ്ട് വീണ് മരിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ പ്രവചിച്ചത് യേശുവിനെയായിരുന്നു. ക്രിസ്തു എന്ന ലോകരക്ഷിതാവിനെ കുറിച്ചായിരുന്നു. അവൻ വിതയ്ക്കുന്നവനാണ്, വിതയ്ക്കുവാൻ വേണ്ടി വന്നു. സാക്ഷാൽ വിതയ്ക്കുവാൻ വേണ്ടി കരഞ്ഞുകൊണ്ട് വന്നത്, നമുക്ക് വേണ്ടി മലയിലിരുന്ന് കയറി രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് കരഞ്ഞ് അവൻ അവസാനമായി ക്രൂശിൽ അലറി നിലവിളിച്ച് കരഞ്ഞ് വിതച്ചത് അവന്റെ ശരീരമാകുന്ന വിത്ത വിതച്ചത്. വചനം ഇന്ന് ലോകത്തിൽ 2000 വർഷം മുമ്പ് അത് വിതയ്ക്കപ്പെടുവാനിടയെ തീർന്ന വചനം, സമൃദ്ധിവാസനയെ തീർന്ന ദൈവത്തിന്റെ വചനം, അത് കൊയ്യുക എന്ന ദൗത്യമാണ് ദൈവം തന്റെ ശിഷ്യന്മാർക്ക് നമുക്ക് വെച്ചിരിക്കുന്നു. ഉള്ള വചനം വിതയ്ക്കുകയും ക്രിസ്തുവിനെ വിതയ്ക്കുമ്പോൾ 2000 വർഷം മുമ്പ് യേശു അധ്വാനിച്ച ആ അധ്വാനത്തിലേക്കാണ് നമ്മൾ വിളവ് കൂട്ടിവെക്കുന്നത്. അവന്റെ അതിലേക്കാണ് പ്രവാചകന്മാർ പ്രവചിച്ച് അവർക്ക് കാണാൻ കഴിയാതെ പോയതിനെ ക്രിസ്തു മുഖാന്തരം നിവൃത്തീകരിച്ച് അവനത് പൂർത്തീകരിപ്പാൻ ഇടയാത്തുന്നു. വിതയ്ക്കുവാൻ വേണ്ടി നമ്മുടെ കൈവശം തന്നിരിക്കുമ്പോൾ 2000 വർഷം മുമ്പ് അത് പ്രായോഗികമായിട്ട്, അത് അക്ഷരികമായിട്ട് യഥാർത്ഥത്തിൽ വിത നടത്തി ലോകത്തിൽ വിതച്ചത് ക്രിസ്തുവിന്റെ ശരീരമാണ്. അവൻ തകർക്കപ്പെട്ടു. അവന്റെ ശരീരമാകുന്ന വചനം ആണ് സുവിശേഷമായിട്ട് ഘോഷിക്കപ്പെടുവാൻ വേണ്ടി തകർക്കപ്പെടുവാൻ എത്തുന്നത്. അത് വിതയ്ക്കുകയാണ് ഞാനും നിങ്ങളും ചെയ്യുന്നത്. അത് വിതയ്ക്കുമ്പോൾ ഇന്നും കഷ്ടതയുണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ വലിയ സന്തോഷവും നമുക്കുണ്ട്. അതുകൊണ്ടാണ് നാം സന്തോഷത്തോടെ പാട്ട് പാടുന്നത്. പുതിയ നിയമത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം അത് നമുക്ക് വളരെ വലുതാ. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുമ്പോൾ, അത് സുവിശേഷം അറിയിക്കുമ്പോൾ, ആൾക്കാരെ നിത്യങ്ങളിൽ കൂട്ടിവെക്കുമ്പോൾ ഒക്കെ കഷ്ടം സഹിക്കുമ്പോൾ സന്തോഷിക്കുന്ന അനുഭവം ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ സന്തോഷം ഉണ്ടാവും. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവനിലേക്ക് വിളവ് കൂട്ടി വെക്കുന്നു. വിതയ്ക്കുന്ന ഒരുത്തൻ കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊല്ല് ഇതിൽ ഒത്തിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. മറ്റുള്ള അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. എന്താ പറയുക, പുതിയ നിയമത്തിന്റെ ആ അധ്വാന ഫലം അല്ലെങ്കിൽ അത് കൊയ്തെടുക്കാൻ വേണ്ടി ദൈവം നമ്മളെ അയച്ചിരിക്കുമ്പോൾ അത് കർത്താവ് തന്റെ ശരീരത്തിലൂടെ അത് പ്രാവർത്തികമാക്കി തീർക്കുവാൻ എത്തുന്നു. നാം ഇന്ന് ചെയ്യുന്നത് സുവിശേഷമെത്താത്ത സ്ഥലങ്ങളിൽ വചനം വിതയ്ക്കുന്നു. യേശു ചെയ്ത ആ ശുശ്രൂഷ അവൻ ശരീരത്തിൽ അത് പൂർണ്ണമായിട്ട് അവൻ അനുഭവിച്ചതാണ്. നമ്മൾ ആ വചനം വിതയ്ക്കുന്നു. അതുപോലെ വചനം കേട്ട് അനേകർ രക്ഷപ്പെടുവാൻ, കർത്താവിന്റെ കൃപയാൽ കൊയ്ത്ത് ശേഖരിപ്പാൻ, കൊയ്ത്ത് നടത്തി ദൈവസഭ പണിയപ്പെടുവാൻ കർത്താവ് സഹായിക്കുന്നല്ലോ. അതേക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളെ ദൈവം പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പുതിയ നിയമത്തിൽ ദൈവം നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുന്ന പഴയ നിയമത്തിൽ വ്യത്യസ്തമായി രക്ഷിക്കപ്പെടാത്ത, മാനസാന്തരപ്പെടാത്ത അനുഭവമല്ല പുതിയ നിയമത്തിലുള്ളത്. സന്തോഷമുള്ളതാക്കുന്നതാണ്. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ കരയുന്ന പ്രവാചകന്മാരായിരുന്നു. ഗിരിമേനെ കുറിച്ചും മിശാനെ കുറിച്ചും മറ്റു പ്രവാചകന്മാരെ കുറിച്ചും അവർ കരച്ചിലായിരുന്നു, ജനം കേൾക്കത്തില്ലായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു ലോകത്തിൽ വന്ന പുതിയ നിയമം സ്ഥാപിതമായതോടുകൂടി ഇവിടെ കരച്ചിൽ മാത്രമല്ല, നമുക്ക് സന്തോഷിപ്പാൻ, ആത്മാവിൽ സന്തോഷിപ്പാനുള്ള എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നു. വിശ്വാസം വേണ്ടി ഇറങ്ങിത്തിരിച്ച്, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിത്തിരിച്ച്, വിശ്വാസത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച എനിക്ക് ഞാൻ കണ്ണുനീരുണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് എണ്ണി പറഞ്ഞ് കർത്താവിനെ സന്തോഷത്തോടെ മഹത്വപ്പെടുത്തുവാൻ എത്രയോ കാര്യങ്ങൾ നമുക്കിന്നും ഈ രാത്രിയിൽ ഓർക്കുവാനുണ്ട്. നാം കരഞ്ഞതിനേക്കാൾ, കണ്ണുനീരൊഴുക്കിയതിനേക്കാൾ ആനന്ദാശ്രുക്കൾ പൊഴിക്കത്തക്കവണ്ണം ദൈവം നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തി. അതാണ് പുതിയ നിയമം. രാത്രി സന്തോഷമുള്ള അതിനങ്ങളുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഞാൻ കരഞ്ഞതിനേക്കാൾ ഉപരിയായി എനിക്ക് സന്തോഷം തന്നതിനായി, ആനന്ദം കൊണ്ട് അഭിഷേകം ചെയ്ത് സന്തോഷിപ്പാൻ കൃപ തന്നതിനായി, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയ്ക്കായി, ആ കൊയ്ത്തിനായി നമുക്ക് സ്തോത്രം ജീവൻ രാത്രിയിലും കഥ നമ്മെ സഹായിക്കട്ടെ. ഇതാണ് അവിടെ പറഞ്ഞതിന് ശേഷമായി കഥ പറയാണ്, ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. യേശു പറഞ്ഞ വാക്ക് കേട്ട് വന്ന പലരും യേശു വിശ്വസിച്ചു. അങ്ങനെ ശമര്യർ അവന്റെ അടുക്കൽ വന്നു തങ്ങളോടുകൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ 2 നാൾ അവിടെ പാർത്തു. വഴിയേന്ന് പോയതാ. പക്ഷേ ഒരൊറ്റ വ്യക്തി മുഖാന്തരമായി ആ സമൂഹത്തിൽ യാതൊരു സ്ഥാനവും മാനമില്ലാതെ ഒതുങ്ങിക്കൂടി ആരും കാണാതിരുന്ന, സാക്ഷ്യമില്ലാത്ത
ശമരിയക്കാരത്തെ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ ജീവനുള്ള സാക്ഷ്യമുള്ളവളായി മാറുവാനിടയെത്തുന്നു. രാത്രിയിലും സാക്ഷ്യമില്ലാത്തവരെ ജീവന്റെ സാക്ഷ്യമുള്ളവരാക്കി മാറ്റുന്നതാണ് സുവിശേഷം. ക്രിസ്തുവിന്റെ അടുക്കൽ വന്നാൽ ജീവിതത്തിന് മാറ്റമുണ്ടാകും. കർത്താവ് പറഞ്ഞു, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, തള്ളിക്കളയില്ല. യേശുവിന്റെ അടുക്കൽ വന്നാൽ ജീവിതത്തിൽ രൂപാന്തരമുണ്ടാകും, മാറ്റമുണ്ടാകും. സാക്ഷ്യമില്ലായിരുന്നു, അവർക്കൊന്നും പറയാനില്ലായിരുന്നു, ഒരു യാതൊന്നും അവർക്ക് പറയാനില്ലായിരുന്നു. അവൾ ആരും അറിയാത്ത സമയത്ത് വന്ന് വെള്ളം കോരി പോകുന്നവളായിരുന്നു. പക്ഷേ യേശു എന്ന രക്ഷകനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൾക്ക് പറയാനുണ്ടായിരുന്നു യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യം. അതാണ് സാക്ഷ്യമില്ലാത്തവരെ സാക്ഷ്യമുള്ളവരാക്കി തീർക്കുന്നത്. ഞാൻ നിങ്ങൾ ഒരു കാലത്തൊന്നും പറയാനുള്ളവരായിരുന്നില്ല, പക്ഷെ ഇന്ന് നമുക്ക് പറയാൻ സാക്ഷ്യമുണ്ട്. കാരണം നമ്മൾ ജീവന്റെ ഉറവയാകാൻ ക്രിസ്തു അടുക്കൽ വന്നതുകൊണ്ട് നമുക്കും ജീവന്റെ സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കാനുണ്ട്. മറ്റാർക്കും ജീവിതത്തെ കുറിച്ചൊന്നും പറയാനില്ലാതിരിക്കുമ്പോൾ, പലരും നിരാശയുടെ വാക്കുകൾ പറയുമ്പോൾ, ഞാൻ പലപ്പോഴും പല ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത്, അത് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടും, ഒന്നുമില്ലാത്തവരെ മാറ്റപ്പെടും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് പറയും, അല്ല, അങ്ങനെയല്ല ജീവിതം. നാം പ്രത്യാശയുള്ളവരായി മാറുവാനും മാർഗമാണ് യേശുവിന്റെ മാർഗം. പലരും ഈ ലോകത്തിന്റെ ജീവിതം കൊണ്ട് താൽക്കാലികത കൊണ്ട് തീർന്നു പോകുമെന്ന് പറയുമ്പോൾ, അതല്ല, അതിനപ്പുറമായി നിത്യജീവനുണ്ട്, വരാനുള്ള ഒരു രാജ്യമുണ്ട്, നിത്യജീവനുണ്ട്, നിത്യലോകമുണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുവാൻ ഉള്ള ആ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ. ഒരു കാലത്ത് നമ്മളും ഞാനും അങ്ങനെയായിരുന്നു. ഇവിടം കൊണ്ട് തീരാനുള്ളതിനപ്പുറമായിട്ടൊന്നുമില്ല എന്ന് വിചാരിച്ചതായിരുന്നു. എന്നാൽ യേശുവിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ ഹൃദയം തെളിവാനിടയാത്തുന്നു. ഈ താൽക്കാലികമായ ജീവിതത്തിനപ്പുറമായി ഒരു നിത്യജീവനുണ്ടെന്നുള്ളതും നിത്യ ലോകമുണ്ടെന്നും നിത്യരാജ്യമുണ്ടെന്നുള്ളതും പരിപാടിയുള്ള ഒരു രാജ്യത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും നിത്യജീവനെ കുറിച്ചുമുള്ള കാഴ്ചപ്പാട്, ന്യായവിധിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടൊക്കെ ദൈവം തന്നപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയായി മാറുവാടെത്തും. നമ്മള് ഈ ആയുസ്സൻ മാത്രം പ്രത്യാശ വെച്ചാൽ നാം സകല മനുഷ്യൻ അരിശന്മാരെന്നാണ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ആയുസ്സൻ മാത്രമല്ല പ്രത്യാശയുള്ളത്. ഒരുപക്ഷെ ഈ ആയുസ് നമുക്കെല്ലാം ലഭിക്കണമെന്നില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചെല്ലാം ലഭിക്കണമെന്നില്ല, നമ്മുടെ ആഗ്രഹം സാധിക്കണമെന്നില്ല. എന്നാൽ ഒരു പ്രത്യാശയുണ്ട്, ഇവിടെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സബലീകരിച്ചില്ലെങ്കിലും നമുക്ക് വേണ്ടതൊക്കെ ദൈവം നൽകും. അത് മാത്രമല്ല, നിത്യജീവൻ ദൈവത്തിന്റെ കൃപയാൽ തന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ അസ്തമിച്ചു പോകാതെ കഥാവോട് വാഴാം, വസിക്കാം. ഒരിക്കലും അന്തമില്ലാത്ത ഒരു ജീവിതാനുഭവം, ആ സന്തോഷാവസ്ഥ ദൈവം ഒരുക്കിയിരിക്കുന്നുള്ള പ്രത്യാശയാണ് ദൈവമക്കൾക്കുള്ളത്. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഈ പ്രത്യാശയിലേക്ക് ഒരു കൂട്ടം ജനത്തെ നയിക്കുവാൻ ഇടയാറ്റുന്നു. അപ്പോൾ ഇവര് ഈ ശബരിയ പട്ടണത്തിലുള്ളവർക്ക് ഞാൻ പറഞ്ഞില്ല, അവർക്ക് പല 5 വിധമായിരിക്കുന്ന ജാതിക പശ്ചാത്തലമുള്ളവരാണ്. അതെല്ലാം കൂടിക്കൊഴിഞ്ഞു കിടക്കുന്ന ഒരു സമ്മിശ്രമായിരിക്കുന്ന ജാതിയുടെ ഇടയിലേക്ക് ലോകരക്ഷിതാവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടൊക്കെ അറിയാമായിരുന്നു. 6ാമത്തെ അറിവാണ് അവർക്ക് കിട്ടുന്നത്. 5 കഴിഞ്ഞു, 6ാമത്തെ കിട്ടി. എന്നാൽ യഹൂദന്മാരെ കുറിച്ചുള്ള അറിവ്, എന്നാൽ 7ാമത്തെ അറിവായി, തികവിന്റെ അറിവായി ക്രിസ്തുവാകുന്ന യഥാർത്ഥമായ സഭയെക്കുറിച്ചുള്ള നിത്യജീവനെ കുറിച്ചുള്ള കാഴ്ചപ്പാടൊക്കെ ലഭിച്ചു. ജാതീയ പശ്ചാത്തലം ഉണ്ടായിരുന്നവർക്ക് 5 പശ്ചാത്തലമുണ്ടായിരുന്നു. അവർ വന്നു ചേർന്ന പശ്ചാത്തലത്തിന്റെ 6ാമത്തെ പശ്ചാത്തലം, യഹൂദ പശ്ചാത്തലം കൂടി അവർക്ക് അറിയാമായിരുന്നു, മശിയെ കുറിച്ച് അറിയാമായിരുന്നു. എന്നാൽ അവർക്ക് തികവിന്റെ അറിവായി ക്രിസ്തു വെളിപ്പെട്ടപ്പോൾ സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് അവർക്ക് ലഭിപ്പാട്ടത്. അതേക്കുറിച്ച് പിന്നെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ശമരിയക്കാർ ദൈവസഭയുടെ ഭാഗമാറ്റുന്നതിനെ കുറിച്ച് നമുക്കറിയാം. അതുകൊണ്ട് കർത്താവ് അനുധാനം ചെയ്തതിന് മുമ്പ് അവരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ലോകത്തേറ്റത്തോളം എന്റെ ജാതികളായിത്തീർന്നെന്ന് പറഞ്ഞത്. അപ്പോൾ 7ാമത്തെ ഒരറിവ് പൂർണ്ണതയുള്ള അറിവായിരുന്നു. 5 ജാതിക പശ്ചാത്തലങ്ങളുടെ അറിവുകൾ, പാരമ്പര്യത്തിന്റെ യഹൂദ പാരമ്പര്യത്തെ അറിവുകൾക്കുണ്ടായിരുന്നു. പക്ഷെ അതിനോട് അവർക്ക് ചേരാൻ കഴിയത്തില്ലായിരുന്നു. അറിവുണ്ടായിരുന്നു, അറിയാമായിരുന്നു. യഹൂദന്മാർ ശ്രേഷ്ഠജാതിയാണെന്നും രക്ഷ അവരുടെ ഇടയിൽ നിന്ന് ഉണ്ടാകുന്നുള്ളതും രക്ഷകൻ വരുമെന്നൊക്കെ കാത്തിരുന്ന ഒരു ഘട്ടമായി. യാക്കോബിന്റെ കിണറ്റിലെ വെള്ളം കുടിക്കുന്ന അഭിമാനമുള്ള ശമരിയക്കാർ വിചാരിച്ചിരുന്നത് അത് ഈ കിണറ്റിലെ വെള്ളം ഞാൻ കുടിക്കാനുള്ള യോഗ്യതയുള്ളവരോ ഭാഗ്യമുള്ളവരാണെന്നാണ്. യേശുവിന്റെ ആരാധനയിൽ അവർക്ക് പങ്കെടുക്കാൻ കഴിയത്തില്ലായിരുന്നു. കഥ പറഞ്ഞു, യാക്കോബ് തന്ന കിണറ്റിലെ വെള്ളം കുടിച്ച് അഭിമാനത്തോടെ ജീവിക്കുന്ന ശമരിയ ജാതിയെ ഇതിനപ്പുറമായി ജീവന്റെ ഉറവിയായിരിക്കുന്ന നിത്യ ജീവന്റെ വെള്ളം തന്ന നിങ്ങളെ യെരൂശലേമിന്റെ ആരാധനയിലേക്കല്ല നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോകാൻ പോകുന്നത്. അത് ആ ശമരിയ മലയിലെ ആരാധനയുമല്ല, യെരൂശലേമിലെ ആരാധനയുമല്ല, സത്യാത്മാവിലുള്ള
ആരാധനയിലേക്ക് നിങ്ങൾ നയിക്കപ്പെടുവാൻ സമയമായി എന്നുള്ള തികവിന്റെ സന്ദേശമാണ് ക്രിസ്തു ശമരിയരോട് പ്രസ്താവിപ്പാനിടയാത്തത്. അത് മുഴുവൻ രേഖപ്പെടുത്തിയിട്ടില്ല. ഇന്ന് രാത്രി അത് മനസ്സിലായിരിക്കുന്നു. അപ്പോൾ ഈ ശമരിയ ജാതിക്കും ആ കാഴ്ചപ്പാട് ദൈവം തുറന്നു കൊടുത്തു. 2 നാൾ യേശു അവിടെ പാർത്തു. 2 ദിവസം ശമരിയ പട്ടണത്തിൽ യേശു പാർത്തു. എവിടെയാ പാർത്തുന്നു? ആരാണ് സ്ഥലം ഒരുക്കിയത് നമുക്കറിയത്തില്ല. അത് നിശ്ചയമായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് അതിനുള്ള സൗകര്യം അവിടെ ഒരുക്കപ്പെടുവാനിടയാത്തുന്നു. കർത്താവ് അവിടെ 2 നാൾ പാർത്തു. അവിടെ 2 നാൾ പാർക്കുവാൻ കാരണം അവർ അവനോട് അപേക്ഷിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളോട് കൂടെ പാർക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. ശമര്യർ അവന്റെ അടുക്കൽ വന്ന് തങ്ങളോട് കൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ 2 നാൾ അവിടെ പാർത്തു. ഓർക്കണം, സമ്പർക്കമില്ലാത്ത ജാതിയായിരുന്നു. എന്നാൽ യേശു അവന്റെ ശിഷ്യന്മാരും 2 നാൾ അവിടെ പാർത്തു. ആ 2 നാൾ യേശു അവിടെ പാർത്തത് മുഖാന്തരമായി വലിയ മാറ്റം ശമരിയ ജാതിക്കുണ്ടായി. അവരോട് അപേക്ഷിച്ചു, ഞങ്ങളോട് പാർക്കണമേ എന്ന്. ഈ ഒരുമിച്ച് പാർക്കണമെന്ന് പറയണമെങ്കിൽ അത്രമാത്രം സ്നേഹമുള്ളത് കൊണ്ടാണ് അവർ അവനെ അവിടെ പാർക്കുവാനായിട്ട് ക്ഷണിക്കുന്നത്. മറ്റ് പല ഭാഗങ്ങൾ വായിക്കുമ്പോൾ ശമര്യർ അവനെ കൈക്കൊണ്ടില്ല എന്ന് പിന്നീട് വായിക്കുന്നുണ്ട്. അതിന്റെ ലൂക്കോസ് 9:51, 56 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുവിലേക്ക് പോകാൻ നേരത്ത് തന്റെ ദൂതന്മാരെ അയച്ചു. അവർ പോയി ശമരിയ വട്ടം കൂട്ടി. എന്നാൽ യേശു അവിടെ യേശുവിലേക്ക് പോകുന്ന പറഞ്ഞപ്പോൾ അവരവിടെ അവനെ കൈക്കൊണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ശമരിയ പട്ടണക്കാർ. കാരണം അവിടെ കൈക്കൊണ്ട് അവർ താമസിക്കാനുള്ള സമയമല്ല കർത്താവ്. യേശുവിലേക്ക് താൻ മരിക്കപ്പെടാൻ പോകുന്ന സന്ദർഭത്തെ കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ശുശ്രൂഷ ആരംഭ സമയമാണ്. ഈ ആരംഭ സമയത്ത് കർത്താവ് പറഞ്ഞ് പാർക്കണമെന്ന് നമുക്കറിയാം. ഈ യോഹന്നാന്റെ 2 ശിഷ്യന്മാർ വന്ന് യേശുവിന് പിന്നാലെ പോയിട്ട് യേശുവോട് ചോദിച്ചത്, നീ എവിടെ പാർക്കുന്നെന്നാ ചോദിച്ചത്. നീ എവിടെ പാർക്കുന്നു? കർത്താവ് പറഞ്ഞ് വന്ന് കാണുമ്പോൾ അവര് യേശുവിനോട് പാർക്കൊണ്ടിടയാത്തുന്നു. ഇവിടെ ഇവര് ചോദിക്കുക, ഇവർക്ക് അവിടെ അവർക്കറിയാം യേശു ഇവിടെ പാർക്കത്തില്ല. എന്നാൽ അവർ പറയാ, നീ ഞങ്ങളെ വിട്ടു പോകരുത്, ഞങ്ങളോട് താമസിക്കണം. എത്ര ദിവസം താമസിക്കണമെന്ന് പറഞ്ഞില്ല. ചിലടക്ക് വന്ന് തങ്ങളോട് കൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അപേക്ഷിച്ചാൽ അപേക്ഷ തള്ളിക്കളയാതെ അത് വേണ്ടതാണെങ്കിൽ അപ്പോൾ തന്നെ നിവർത്തിച്ചു കൊടുക്കുന്നവനാണ് കർത്താവ്. ഞാൻ പിന്നെ വരാന്ന് പറഞ്ഞില്ല. നമ്മളൊക്കെ ആണെങ്കിൽ ഇവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ നിർബന്ധിച്ച് ആൾ പറഞ്ഞ് നമ്മൾ പിന്നെ വരാം, മാറും, നമ്മുടെ ഒഴിവഴി പറഞ്ഞ് രക്ഷപ്പെടും. അങ്ങനെയല്ലേ? നമ്മുടെ എവിടെയും ചെന്നു നമ്മുടെ താമസിച്ചു പോയ നാളെ പോകാന്ന് പറഞ്ഞാൽ നമ്മള് പറയും, ഞാൻ ഒരുങ്ങിയല്ല വന്നത്, അടുത്ത പ്രാവശ്യം എന്ന് പറയും. നമ്മൾ സാധാരണമായിട്ട് ചെയ്യുന്ന അങ്ങനെ. ഇപ്പൊ ചില നേരത്ത് താമസിക്കുന്ന ഓക്കെ എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കത്തില്ല. നമ്മൾ അതിനുള്ള പ്ലാനും പദ്ധതി അല്ല പോകുന്നെങ്കിൽ പറയും അടുത്ത പ്രാവശ്യം ആയിക്കോട്ടെ എന്ന് പറയും. എന്നാൽ കർത്താവിന്റെ അടുത്ത് പറഞ്ഞപ്പോ കർത്താവിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരുങ്ങാനൊന്നുമില്ല. നമുക്കൊക്കെ ഭയങ്കര ഒരുക്കമൊക്കെ ഇവിടെ താമസിക്കണമെങ്കിൽ ഭയങ്കര ഒരുക്കമൊക്കെ അല്ലെ? ഭയങ്കര ഒരുക്കമാണ്. നമ്മുടെ കർത്താവിന് പ്രത്യേകിച്ച് ഒരു ഒരുക്കം, അവന്റെ അത്ര തിരക്കൊന്നും നമുക്കില്ലല്ലോ. പക്ഷെ എന്നോട് പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞാൽ നമ്മൾ പറയും ഇപ്പം പറ്റത്തില്ല, ഒട്ടും ഭയങ്കര തിരക്കാണ്, അടുത്ത പ്രാവശ്യം ആക്കുന്നവർ. എന്നാൽ യേശുവിനോട് അപേക്ഷിച്ചപ്പോൾ യേശു എന്ത് ചെയ്തു? അവിടെ കർത്താൻ അറിയായിരുന്നു അവിടെ അവൻ താമസിക്കേണ്ടതാണ്. അന്ന് അവിടെ പാർക്കണം. ആ 2 ദിവസം അവിടെ പാർക്കണം എന്നുള്ളത് ദൈവത്തിന്റെ കലണ്ടറിലെ 2 ദിവസങ്ങളായിരുന്നു. വെറുതെയുള്ള ഒരു നിർബന്ധത്തിൽ അവിടെ കർത്താവ് താമസിച്ചതല്ല. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഈ ഡേറ്റും കലണ്ടറും ഒക്കെ കാണുമ്പോൾ പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ ഹിതമുള്ളിടത്ത് നമ്മൾ താമസിക്കണം. സ്വർഗത്തിന്റെ പ്ലാനായിരുന്നു, പദ്ധതിയായിരുന്നു ആ 2 ദിവസം ശമരിയിൽ യേശു പാർക്കണം എന്നുള്ളത്. ഒരു വർഷത്തിന്റെ കലണ്ടറിൽ ദൈവം നമുക്ക് വേണ്ടി കുറിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഞാൻ അവിടെ പാർക്കണം, എവിടെയായിരിക്കണം എന്നുള്ള ദൈവം കരുതും. ദൈവമാണ് നമ്മുടെ നടത്തിപ്പ്. അവനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് മുന്നമേ അവനെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കർത്താവിന്റെ 2 ദിവസം അവിടെ പാർക്കണം എന്നുള്ളത് കർത്താവിന്റെ തിരുവിഷ്ടമായിരുന്നു. യേശു അവിടെ പാർക്കണം എന്നുള്ളത്
ശമര്യക്കാരുടെ കൂടെ താമസിക്കുക, പാർക്കുക എന്നുള്ളത് യഹൂദനെ സംബന്ധിച്ച് പറ്റത്തില്ല. പക്ഷേ ക്രിസ്തു യഹൂദ പാരമ്പര്യം നിലനിന്നിരുന്ന സകല കാര്യങ്ങളെയും അനാചാരങ്ങളെയും കർത്താവ് ഓരോന്നോരോന്നായി മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം, അവർ ചടങ്ങ് പോലെ ആചരിച്ചു വന്ന ശബത്തിനെ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? അന്ന് നന്മ ചെയ്ത കർത്താവ് അതിനെ മാറ്റിയിട്ടുണ്ട്. കർത്താവ് അങ്ങനെ വരുത്തേണ്ട, സമൂഹത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ആ ജാതി യഹൂദജാതി അനുവർത്തിച്ചു പോന്നിരുന്ന പാരമ്പര്യങ്ങൾ അത് വ്യർത്ഥമായി തീർന്നിട്ടുള്ള, വ്യർത്ഥമായിരിക്കുന്ന പിതൃപാരമ്പര്യമായി മാറിയപ്പോൾ എന്തിൽ നിന്ന് അകലമാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശമരിയ ജാതി ഒറ്റപ്പെടുത്തി അവരെ മാറ്റണമെന്നല്ല. ജാതിയോട് ഇടകലരെന്ന് പറഞ്ഞ പഴയ നിമിത്ത പ്രമാണത്തിന്റെ അർത്ഥം മറ്റുള്ളവരായിട്ട് ഇടപെടുന്നു, സംസാരിക്കുന്നവർ വീട്ടിൽ പോകുന്നല്ല എന്റെ അർത്ഥം. അതിന്റെ അർത്ഥം അവരുടെ ജാതീയ ദേവന്മാരെ, ആരാധനയെ ഉൾക്കൊള്ളരുതെന്നാണ് ദൈവം ഉദ്ദേശിച്ചിരുന്നത്. അതാണ് ദൈവം ഉദ്ദേശിച്ചിരുന്ന യഥാർത്ഥമായ ഉദ്ദേശം. അവരെ അതിൽ നിന്ന് വേദനിച്ച് നിൽക്കണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതുപോലെ തന്നെ ശബത്തിനെ കുറിച്ച് പറയുമ്പോഴും നന്മ ചെയ്യാതിരിക്കരുതെന്ന് കഥ പറഞ്ഞിട്ട് നന്മ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഥ പറഞ്ഞൊരു ആടോ കാളയോ ഒക്കെ കഴുതിയൊക്കെ കിണറ്റി വീണാൽ ഇന്ന് ശനിയാഴ്ച ശബത്ത് അവിടെ കടന്നു പ്രമാണമനുസരിച്ച് നാളെ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കാൻ ഉള്ളതല്ല. അത് നന്മയാ ചെയ്യണം. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്തെന്നറിയാതെ എന്തിനാ ശബത്ത് കൊടുത്തിരുന്നത്? ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയെന്ന് അറിയേണ്ടതിന് വേണ്ടിയാണ് ദൈവം ശബത്ത് കൊടുത്തിരുന്നവർക്ക്. അതുപോലെ തന്നെ വിശ്രമിക്കാൻ വേണ്ടി ഒരു ദിവസം കാളയും കഴുതിയും ആടും ദാസനും ദാസിയും എല്ലാവർക്കും വിശ്രമിക്കാൻ ഒരു അവധിയാണ് കൊടുത്തിരുന്നത്. അപ്പൊ അതിനോട് അനുബന്ധമായി അല്ലാതെ അതിനെ വ്യർത്ഥമാക്കി പിതൃപാരമ്പര്യമാക്കി മാറ്റി. അതുകൊണ്ടാണ് നിങ്ങളെ പുതുപാരമ്പര്യ നടപ്പ് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞുവാകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, വിലയേറിയ രക്തം കൊണ്ടാണ് നമ്മൾ വീണ്ടെടുത്തത്. വ്യർത്ഥമായി തീർന്ന പിതൃപാരമ്പര്യമായിരുന്നു യഹൂദന്മാർക്കുണ്ടായിരുന്നത്. അത് ആ പാരമ്പര്യമാണ് ഇന്ന് ലോകത്തുള്ള എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ അത് ദൈവം കൊടുത്ത പ്രമാണമായിരുന്നു. അതിനൊരു ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു. എന്തായിരുന്നു പ്രമാണം എന്നുള്ളത്? പക്ഷെ അതിന്റെ ആ ഉൾക്കാഴ്ച നഷ്ടപ്പെട്ട്, അതിന്റെ ആത്മീയം നഷ്ടപ്പെട്ട് ചടങ്ങ് പോലെ അതിനെ ആരാധിക്കുന്നതിന് അങ്ങനെയാണോ നമ്മുടെ ആരാധന? ഞായറാഴ്ച ആരാധന, നമ്മുടെ വെള്ളിയാഴ്ച ഉപവാസപ്പെട്ട് അങ്ങനെയാണോ? ചടങ്ങ് പോലുള്ളൊരു ആരാധനയാണോ? എല്ലാ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയുണ്ട്, അല്ലെങ്കിൽ ഞായറാഴ്ച ആരാധനയുണ്ട്. അത് നമ്മളൊരു ചടങ്ങ് പോലെയാണെങ്കിൽ കഥ പറയും അർത്ഥമാണ് അതൊരു പിതൃപാരമ്പര്യമായി മാറും, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിട്ട് പാരമ്പര്യം. അങ്ങനെ അത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അതിൽ നിന്നൊക്കെ വീണ്ടെടുപ്പ്, വിടുതൽ നമുക്ക് തന്നിട്ടുണ്ട്. അതിനായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യണം. അങ്ങനെ വ്യർത്ഥവും പിതൃപാരമ്പര്യമായിട്ടുള്ള യാക്കോബിന്റെ തലമുറകൾ ആ ഒരു അനുഭവത്തിലേക്ക് പോയപ്പോൾ അവരെ അതിൽ നിന്ന് വിടുവിച്ചെടുക്കുവാൻ ദൈവപുത്രൻ പ്രവർത്തിക്കാൻ തുടങ്ങി. അതറിയാമായിരുന്നു ശമര്യജാതിയെ മാറ്റി നിർത്തിയിരുന്നത്, അവരോടുള്ള ആ പ്രശ്ന കൽപ്പിച്ചിരുന്നത് യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം ആരാധന ശരിയല്ലാത്തതുകൊണ്ടായിരുന്നു, അവരുടെ ജീവിതം ശരിയല്ലാത്തതുകൊണ്ടായിരുന്നു. അതാണ് അവരെ മാറ്റി നിർത്തിയിരുന്നത്. ഇടകലരാൻ സമ്മതിച്ചിരുന്നില്ല. ഇടകലരുന്നുള്ളതും വചനത്തിനാണ്. പക്ഷേ അവരെ അതിന്റെ പേരിൽ മാറ്റി നിർത്തിയല്ല. മാനസാന്തരപ്പെടാനുള്ളവർ, ദൈവയുടെ അനുഭവിക്കാനുള്ളവർ, ദൈവത്തോട് അംഗമാറ്റാനുള്ളവർ ശമരിയിലുണ്ട്. ശമരിയിൽ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും മാനസാന്തരപ്പെടുവാൻ, ദൈവസംഗമായി തരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന സകല ജാതികളുമുണ്ട്. സകല ജാതികളെന്നും വംശങ്ങളെന്നും ഭാഷകളെന്നും ഗോത്രങ്ങളെന്നും വിലയ്ക്ക് വാങ്ങിയവരാണ് ദൈവസഭ എന്നുള്ളത്. കർത്താവ് തന്റെ സഭ സ്ഥാപിക്കാൻ വന്നപ്പോൾ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവരാജ്യവും ദൈവസഭയെ സ്ഥാപിക്കാൻ വന്ന കർത്താവിന് ശമരിയിലൂടെ കടന്നു പോകാതിരിക്കാൻ കഴിയത്തില്ലായിരുന്നു. ശമരിയ പട്ടണത്തിൽ പാർക്കാതിരിക്കാൻ കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് പാരമ്പര്യത്തെ തച്ചുടച്ചുകൊണ്ട് ക്രിസ്തു അവിടെ താമസിപ്പാൻ ഇടയാറ്റുന്നു. ഭാവിയെ നോക്കിക്കൊണ്ട് കർത്താവ് അവിടെ താമസിപ്പാൻ ഇടയാറ്റുന്നു. യേശു കർത്താവ് ആ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ആ ശമരിയ ജാതി മുഴുവൻ കാണാൻ ഇടയാറ്റുന്നു. കർത്താവ് അറിയാമായിരുന്നു 2 നാൾ അവനവിടെ പാർക്കുവാൻ പോകുകയാണെന്നുള്ളത്.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കാര്യത്തിന്റെ ആരംഭത്തിന്റെ അവസാനം കാണുന്ന കർത്താവ് സകലവും കാണുവാൻ കഴിയും. അവൻ അറിയാൻ സകലതും, അവൻ സകലവും നന്നായി അറിയുന്നവനുമാണ്. 2 നാൾ യേശു അവിടെ പാർത്തു. ഏറ്റവും അധികം പേർ അവന്റെ വചനം കേട്ട് വിശ്വസിച്ചു. കണ്ടോ, ഇവിടെ ആദ്യം പറഞ്ഞ വാക്കുന്നത് ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. അപ്പോൾ കർത്താവിന്റെ സാക്ഷ്യം കേട്ടിട്ട് പല ശമര്യരിൽ അവനിൽ വിശ്വസിച്ചു. പറഞ്ഞ സാക്ഷ്യം കേട്ടിട്ട് വന്ന് കണ്ടു. പക്ഷെ കർത്താവ് 2 ദിവസം അവിടെ പാർട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തോ, അടിവരയിട്ട് പഠിച്ചേക്കണം എന്താണ് എന്റെ മാറ്റം എന്നൊക്കെ. 2 ദിവസം കഴിഞ്ഞിട്ട് മടങ്ങിപ്പോയപ്പോൾ ഒന്നും സംഭവിക്കാതല്ലിരുന്നത്. അതവിടെ സംഭവിച്ചത് അധികം പേർ, ഏറ്റവും അധികം പേർ എന്നല്ല, ഏറ്റവും അധികം പേർ, സൂപ്പർലേറ്റീവ് പറഞ്ഞതിന്റെ അർത്ഥം ഈ കർത്താവ് താമസിച്ച ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അവിടെ യേശുവിൽ വിശ്വസിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അതിലിരിക്കുന്നത് 2 നാൾ അവിടെ പാർത്തു. ഏറ്റവും അധികം പേർ എന്ന് പറയുന്നത് ഏറ്റവും അധികം പേർ അവന്റെ വചനം കേട്ടു, വിശ്വസിച്ചു. ഏറ്റവും അധികം പേർ, ഈ വചനം കേൾക്കുന്നവരെല്ലാം എന്ത് ചെയ്തു? വിശ്വസിക്കാനിടയായി. 2 വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങൾ. യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ അവനെ വിശ്വസിക്കുമായിരുന്നു, എന്നാൽ കല്ലെറിയാൻ വേണ്ടി മറ്റൊരു കൂട്ടം തയ്യാറാകുമായിരുന്നു. ശമര്യ പട്ടണത്തിൽ കഥ 2 നാൾ താമസിച്ച് സംസാരിച്ചു. അവര് ഏറ്റവും അധികം പേർ അവരുടെ വചനം കേട്ടു, വിശ്വസിച്ചു. നമുക്ക് ദിവസങ്ങളിൽ പക്ഷെ സാധ്യമല്ല എന്ന് വിചാരിക്കുന്ന മേഖലകളായിരിക്കാം നമ്മുടെ രാജ്യത്തൊക്കെ നിലനിൽക്കുന്നത്. ഇനി ഒരുപക്ഷെ സുവിശേഷത്തിന് അനുകൂലമായിരിക്കുന്ന സാഹചര്യമായിരിക്കത്തില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അസാധ്യമെന്ന് നാം വിചാരിക്കുമ്പോൾ, വിധി എഴുതുമ്പോൾ മറുഭാഗം കാണുന്ന കർത്താവുണ്ട്. അവന്റെ സകലവും സാധ്യമാണ്. പക്ഷെ നാം ചിന്തിക്കുന്നത് ഇതൊക്കെ ഇനി നടക്കത്തില്ല, തീർന്നു പോയെന്നൊക്കെയാണ്. എന്നാൽ തീർന്നു പോയിട്ടില്ല, ഓട്ടോ തുടങ്ങിയിട്ടേ ഉള്ളൂ. ദൈവപ്രവൃത്തി. അവിടെ ഏറ്റവും അധികം പേർ അവന്റെ വചനം കേട്ട് വിശ്വസിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞാൻ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്നു സ്ത്രീയോട് പറഞ്ഞു. ഈ വിതയ്ക്കാൻ പോയവർക്ക് അതിന്റെ ഫലം കൂടി കിട്ടി. അവൾ പറഞ്ഞു, ഞങ്ങൾ കേട്ടു, നീ മുഖാന്തരമായി ശബരിയ സ്ത്രീയെ നീ വന്ന് സംസാരിച്ച മുഖാന്തരമായി ഞങ്ങൾ അറിയാനിടയായി. നീ പറഞ്ഞ ഒരു സാക്ഷ്യം കൊണ്ടല്ല, അതെ, ചെറിയൊരു ട്രാക്ട് കൊണ്ടായിരിക്കും, അല്ലെ ഒരു വചനം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആരുടെങ്കിലും ഒരു മെസ്സേജിന്റെ ഒരു വാക്ക് കൊണ്ടായിരിക്കും വിശ്വാസം കൊണ്ടത്. എന്നാൽ കർത്താവിനോടുകൂടെ പാർട്ട് കഴിയുമ്പോൾ പിന്നീട് ഞാൻ പറയും, അന്ന് ലഭിച്ച ആ ഒരു ചെറിയ ട്രാക്ട്, അല്ലെങ്കിൽ ഒരു വചനം, അല്ലെങ്കിൽ ഒരു ദർശനം, ഒരു സ്വപ്നം, അതെന്നെ അവനോടുകൂടെ പാർക്കുവാൻ ഇടയായി കഴിഞ്ഞപ്പോൾ എനിക്ക് സാക്ഷാൽ ലോകരക്ഷിതാവിനെ അറിയാൻ ഭാഗ്യം ലഭിച്ചു. അതെ, ചെറിയൊരു തുടക്കം, അത് വലിയ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരരുത്. അവളുടെ നാവിനെ ദൈവം ഉപയോഗിച്ചു. നമുക്കറിയാം, നാവെന്നുള്ള അവയവം വാക്കിന് കഴിഞ്ഞാലിടുന്നത്, വാക്ക് സൂക്ഷിക്കേണ്ടത്, പറയേണ്ടതൊക്കെ പറയുന്നതിനെ കുറിച്ച് ഈ ചെറിയ അവയവമാണെങ്കിലും അത് വലിയ കാട് കത്തിക്കുന്നു എന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതേ നാവ് തന്നെ കാട് കത്തിക്കുകയല്ല, ജീവങ്കിലേക്ക്, നിത്യ നരകാഗ്നിയിൽ നിന്ന് ജീവങ്കിലേക്ക് നയിക്കുവാൻ ഉപയോഗമുള്ള ഒരു ചെറിയ അവയവമാണ് ദൈവം നമുക്ക് നയിക്കുന്ന നാവ്. ഈ ശമരിയ സ്ത്രീയുടെ നാവിനെ ദൈവം ഉപയോഗിച്ചപ്പോൾ അനേകരുടെ നാവുകൾ കൊണ്ട് കാട് കത്തിക്കുന്ന പോലെ തീ വ്യാപരിപ്പിച്ച് പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നെങ്കിൽ
ഇവിടെ നേരെ തിരിച്ചാ സംഭവിച്ചത്. അവൾ മാനസാന്തരമുണ്ടവളായി. ഹൃദയത്തിൽ നിറഞ്ഞ കവിഞ്ഞ സന്ദേശം അവളുടെ വായിലൂടെ, നാവിലൂടെ അത് ജീവന്റെ സന്ദേശമായി ശമരിയിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അഗ്നിനരകത്തിലേക്ക് പോകേണ്ട ഒരു കൂട്ടം ആൾക്കാരെ ജീവന്റെ അയക്കുവാൻ അവളുടെ നാവിനെ ദൈവം ഉപയോഗിച്ചെന്ന് കൊണ്ട് പറയുന്നത്. നാവിനെ ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിക്കണം, സംസാരിക്കേണ്ട പോലെ സംസാരിച്ചാൽ ജീവിതങ്ങൾ രക്ഷപ്പെടും. യാക്കോബ് പറഞ്ഞ നാവ്, നാവിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ആ ഭാഗമേ അറിയത്തുള്ളൂ, പലപ്പോഴും അത് പറയാറുള്ളൂ. പക്ഷെ നാവിന്റെ ഒരു മറുഭാഗം ഇന്ന് രാത്രി മനസ്സിലാക്കണം. അതേ നാവ് കൊണ്ട് വേണമെങ്കിൽ പ്രദേശത്തെ മുഴുവൻ കത്തിച്ചു കളയാൻ കഴിയും. പറയുന്ന ഒരു അപവാദം കൊണ്ട് അല്ലെങ്കിൽ ഒരു ദുർവർത്തമാനം കൊണ്ട് നിരവധി വിഷയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. എന്നാൽ ദൈവം നമ്മുടെ നാവിനെ ശുദ്ധീകരിച്ച ശമരിയക്കാര്യത്തോട് നാവിനെ ദൈവം ശുദ്ധീകരിച്ച് സുവിശേഷത്തിന്റെ ഘോഷണത്തിന് വേണ്ടി നന്മ സുവിശേഷിക്കുന്നവരുടെ അധരങ്ങൾ അല്ലെങ്കിൽ അവരുടെ കാൽ എത്ര മനോഹരം. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. ശമരിയ പട്ടണത്തിൽ നിൽക്കുന്ന സ്ത്രീ, അവരുടെ ജീവിതം ഏറ്റവും മോശപ്പെട്ടതായിരുന്നു. കർത്താവിന്റെ അടുക്കൽ വന്ന് ജീവമൊഴികൾ കേട്ട് കഴിഞ്ഞപ്പോ അവരുടെ ജീവിതം മനോഹരമായി തീർന്നു. പട്ടണത്തിൽ നിന്ന് ഘോഷിക്കത്തക്കവണ്ണമുള്ള വിശുദ്ധിയിലേക്ക് ഉയർത്തപ്പെടുവാൻ തീർന്നു. എന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ, അതെ, ഒരു കാലത്ത് നാവ് കൊണ്ട് പല ദൂഷണങ്ങളും പറഞ്ഞവരായിരുന്നു, ദൈവത്തെ ആരാധിക്കാത്തവരായിരുന്നു, അന്യ ആരാധന ഉള്ളവരായിരുന്നു. എന്നാൽ ഈ സ്ത്രീയുടെ സ്ഥിതിക്ക് മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ അവർ പറയുക, ഇനി നിന്റെ വാക്കുകൊണ്ടല്ല, നീ വന്ന് പറഞ്ഞ ആ സന്ദേശമുണ്ടല്ലോ, ഒരു പക്ഷേ 1, 2, 3, 5 മിനിറ്റ് എനിക്കത് എത്രമാത്രം സമയം സംസാരിക്കാൻ അറിയത്തില്ല, അത് ആ പട്ടണത്തെ മുഴുവനും ആകർഷിച്ചു കൊണ്ടിരുത്തക്കവണ്ണം ക്രിസ്തു അടുക്കൽ കൊണ്ടുവരുന്ന ആകർഷണം അതിനകത്ത് വ്യാപരിപ്പാനിടയത്തു. അവിടെ നാവിലൂടെ സംസാരിച്ച വാക്കുകളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ സ്പർശം ഉണ്ടായിരുന്നു. കാരണം അവിടെ ഹൃദയത്തിൽ നിറഞ്ഞു കവിഞ്ഞ് ഉയർന്നിരുന്നു. യേശു പറഞ്ഞല്ലോ, ഞാൻ നിനക്ക് ആ വെള്ളം തരാമോ. ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ മാനസാന്തരപ്പെട്ട് പറഞ്ഞ്, എനിക്ക് ഭർത്താവില്ല, ഉള്ള പോലെ പറഞ്ഞു. അവളെ അനുഗ്രഹിക്കാനിടയാത്തുന്നു. ഉള്ളതുപോലെ പറഞ്ഞപ്പോൾ മാനസാന്തരമായി. അവിടെ ഹൃദയം നീരുറവേകുന്ന അനുഭവത്തിലേക്ക് അതുവരെയും പരിശുദ്ധാത്മാവ് വന്നിരുന്നില്ല. അവരുടെ ഉള്ളിന്റെ അകത്തുണ്ടായിരുന്ന ആ യേശു ക്രിസ്തുവിന്റെ സന്ദേശം, ക്രിസ്തു ദൈവമാ, ആത്മാവാ, അവൻ സംസാരിച്ചപ്പോൾ അവിടെ ഹൃദയത്തിന്റെ അകത്ത് ഒരു ഉറവ പൊട്ടി പുറപ്പെടാൻ തീർന്നു. അത് സുവിശേഷമായിരുന്നു, ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശമായിരുന്നു. ആ ശമരിയ ജാതിയെ അവന്റെ അടുക്കളയ്ക്ക് പട്ടണത്തെ മുഴുവൻ കൊണ്ടുവരാൻ തക്കതായ അവിടെ നാവിനെ ഉപയോഗിക്കാനിടയാത്ത അവളുടെ വാക്ക് പറഞ്ഞത് വെറുതെ പറഞ്ഞല്ല. അതുവരെ അവളുടെ നാവ് ഉപയോഗിച്ചിരുന്നൊക്കെ മറ്റു പലതിന് വേണ്ടിയായിരുന്നെങ്കിൽ ചെറിയൊരു അറിവ് അവിടെ വലിയൊരു അനുഗ്രഹത്തിന് വേണ്ടി അവിടെ നാവ് ഉപയോഗിക്കാതെ എത്തുന്ന പോലെ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ആദരങ്ങളെ, വാകളെ, നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് സമർപ്പിക്കാം. കർത്താവിന് വേണ്ടി ഘോഷിക്കപ്പെടുന്നവരായിത്തീരുക. നമ്മുടെ ആദരത്തെ ഉപയോഗിപ്പാൻ കർത്താവ് നമ്മുടെ നാവിനെ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് രാത്രി പ്രാർത്ഥിക്കാം. അത് പറഞ്ഞു, സാക്ഷാൽ ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്ന അവസ്ഥയോട് പറഞ്ഞു. അത് രക്ഷിക്കപ്പെട്ട ശേഷമായി നമ്മൾ കേട്ടതായ ഒരു സന്ദേശം കൊണ്ട് മാത്രമല്ല നിൽക്കുന്നത്. അതിനുശേഷമായി നമുക്ക് എത്രയോ അറിവുകളെ ദൈവത്തിന്റെ പരിശുദ്ധന്മാർ നമുക്ക് അറിയിച്ചു തന്നിരിക്കും. വരുവാനുള്ളതൊക്കെ അറിയിച്ചായിരുന്ന ദൈവത്തിന്റെ ആത്മാ ഇവിടെ പറഞ്ഞിരിക്കുന്നവൻ വരുമ്പോൾ സർവോപദേശം എന്ന് പറഞ്ഞ കർത്താവ് യേശു ക്രിസ്തു വന്ന് സകലവും ഉപദേശിച്ചു കൊടുത്തു. അവൻ കണ്ട പാർത്ത ദേശത്തെല്ലാം വരാനുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കർത്താവ് അറിയിച്ചു കൊടുത്തപ്പോ ആ അറിയിച്ചു കൊടുത്തിന് ഓർമ്മപ്പെടുത്തുന്ന അന്ന് 2000 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അത് വിസ്മൃതിയിൽ പോകാതെ അത് ഇന്നും സജീവമായി നിലനിൽക്കുന്നത് അതിനെ ഓർപ്പിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധമാവാണ്. അതേക്കുറിച്ച് യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് അറിയിച്ചതൊക്കെ നിങ്ങളെ കാര്യസ്ഥൻ വന്ന് ഓർപ്പിപ്പിക്കുന്നു. അന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും വിസ്മൃതിയിൽ പോകാതെ അത് ഇന്നും സജീവമായി ലോകത്ത് നിൽക്കാൻ കാരണമാക്കിയിരിക്കുന്നത് പരിശുദ്ധമാവാൻ ദൈവം ഈ ദിവസങ്ങൾ അതിനെ ഓർപ്പിച്ച് ഉണർത്തുന്നത് കൊണ്ടാണ്.
അങ്ങനെ ഉണർത്തപ്പെടുമ്പോൾ നമുക്ക് അറിയുവാൻ കഴിയും, കാഴ്ചപ്പാട് ലഭിക്കും. നമ്മ ഓരോ ദിവസം ചെല്ലുന്തോറും ആത്മീയമായ കാഴ്ചപ്പാട് ലഭിക്കുകയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം അത് താല്പര്യമുള്ളവർക്ക് വെളിപ്പെടുത്തി കിട്ടുകയോ. ഇന്ന് രാത്രിയിൽ അതിന്റെ സന്ദേശം ഈ ശമരിയാസ്ത്രീയുടെ ബന്ധത്തിൽ പറയുമ്പോൾ അവർക്ക് ശമരിയ ജാതിക്ക് ലോകരക്ഷിതാവെന്ന അറിവ് ക്രിസ്തു അവിടെ 2 ദിവസം താമസിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് വന്ന് കാണുക, അവൻ മശിഹ ആയിരിക്കുമോ എന്നുള്ള സംശയത്തോടെ അവിടെ പറഞ്ഞപ്പോൾ അവളുടെ ഉള്ളിലുണ്ടായിരുന്നു, എനിക്കത് ഞാൻ പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല, എന്നാൽ ഉറപ്പുണ്ടായിരുന്നു, ഇവർ നിശ്ചയമായിട്ടും യേശുവിന്റെ അടുക്കൽ വന്നാൽ വിശ്വസിക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് അവൾ പറഞ്ഞത് വരുവീൻ വന്ന് കാൺമീൻ എന്ന് പറഞ്ഞത്. അവർ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പറയുകയാണ്, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അവൻ സാക്ഷാൽ ലോക രക്ഷിതാവെന്ന്. ഇങ്ങനെയാണ് നമ്മളും ചെയ്യുന്നത്. സുവിശേഷം അറിയിച്ചവരെ ആത്മീയ ആരാധനയിലേക്ക് കൊണ്ടുവരുമ്പോൾ പറഞ്ഞു വന്ന് കാണുക, ഞങ്ങളോട് ഒന്ന് ആരാധിക്കാമോ, ഒരു ദിവസം ഒന്ന് ആരാധിക്കാമോ, ഒന്ന് ഇരിക്കാമോ, മീറ്റിംഗിൽ വരാമോ എന്ന് ചോദിക്കുമ്പോൾ ക്രിസ്തുവിന്റെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ അവർ കേട്ട് കഴിയുമ്പോൾ അവർ പറയും, വാസ്തവമായും നിങ്ങളുടെ ഇടയിൽ ദൈവമുണ്ട്. അങ്ങനെയല്ലേ സുവിശേഷം വ്യാപരിക്കുന്നത്? അങ്ങനെയല്ലേ നമ്മളൊക്കെ പോയിട്ടുള്ളത്? പലരും നമ്മളെ അങ്ങനെ കൊണ്ടുപോയിട്ടില്ലേ? ഒരു ദിവസം വരാമോ, ഒന്ന് ആ മീറ്റിംഗിൽ പങ്കെടുക്കാമോ എന്നൊക്കെ നമ്മള് നിർബന്ധിച്ച് നമ്മളെ പലരും കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ നമ്മളും പലരെയും അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്തോത്രം. ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, ഞാന് ചിലരുടെ ബന്ധത്തിലായ സമയത്ത് ഈ സുവിശേഷകർ വന്ന് പറയുമ്പോൾ ഇവരെ ഒഴിവായി ജനലിൽ കൂടെ ഇറങ്ങി ചാടിപ്പോയിട്ടുണ്ട്. കാരണം ഇവരെ കണ്ടു കഴിയുമ്പോൾ പറയും വരാമരാന്ന് പറയും. അവര് പ്രാർത്ഥനയ്ക്ക് വിളിക്കും, ആരാധനയ്ക്ക് വിളിക്കും, അവര് പിന്നെയും വരും. വരുമ്പം ഇവിടെ എത്ര നാളെ പറയുന്നത് വരാമെന്ന്. അവരെ ഒഴിവാകാൻ വേണ്ടി ഇവരെ കാണുമ്പോൾ ചാടിയൊക്കെ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ഉള്ളവരാ നമ്മളെല്ലാവരും. അല്ലാതെ പറഞ്ഞപ്പോ തന്നെ ഇറങ്ങി അന്നേരം എന്നെ പോയ എത്ര പേർ എനിക്കറിയത്തില്ല. ഒഴിവാക്കാമെന്ന് ശ്രമിച്ചതാ. ഇത് ശരിയല്ലെന്നൊക്കെ വിചാരിച്ച് മാറാൻ വേണ്ടി ശ്രമിച്ചതാ. എന്നാൽ കൃപയാൽ ഇതിനകത്തേക്ക് ഒരു പ്രാവശ്യം വന്നെത്തിക്കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അവനോടുകൂടെ പാർത്താൽ ഒരു ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടുവരെത്തിനും ഹൃദയത്തിന്റെ അകത്ത് വിശാലം ഉണ്ടാകാൻ ഇടയത്തിനും. അങ്ങനെ ഓരോ ദിവസവും അവനോടുകൂടെ പാർക്കുമ്പോൾ, അവന് ശബ്ദം കേൾക്കുമ്പോൾ, അവനെ ആരാധിക്കുമ്പോൾ അവന്റെ ആത്മാവിൽ നാം എത്രയോ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളെയാ തിരിച്ചെടുക്കുന്നത്. 2 നാൾ കൊണ്ട് ലോകരക്ഷിതാവെന്നുള്ള അറിവ് ശമരിയ ജാതിക്ക് അന്നത്തെ പട്ടണത്തിലുള്ളവർക്കുണ്ടായെങ്കിൽ നാം എത്രയോ ഭാഗ്യവാന്മാരാ. അതെ, ആത്മാവിനാൽ ആരാധിക്കുന്ന നമുക്ക് എത്രയോ കാര്യങ്ങളെ കുറിച്ചുള്ള ആത്മീയ കാര്യങ്ങളുടെ വെളിപ്പാടാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ പ്രിയപ്പെട്ടവരെ, അവനെ കണ്ടു കഴിഞ്ഞാൽ, അവൻ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആ സ്നേഹം വർദ്ധിച്ചു വരുവാനിടയത്തരും. രാത്രി ശമരിയ പട്ടണത്തിൽ യേശുവിന്റെ സ്നേഹം അവിടെ ഒഴുകുവാനിടയത്തുന്നു. യാക്കോബിന്റെ ആ കണം എന്നുള്ളതിന്റെ അത് അവിടെ യോസഫിന് കൊടുത്ത, ഇഷ്ടപ്പെട്ടു കൊടുത്ത യോസഫിന് കൊടുത്ത യാക്കോബിന്റെ കിണർ, ആ വെള്ളം കുടിച്ച ശമരിയ ജാതി അതിന്റെ അഭിമാനം ഉണ്ടായിരുന്നെങ്കിൽ ദൈവത്തിന്റെ ജീവന്റെ ഉറവിയായിരിക്കുന്ന ക്രിസ്തു ആ ദേശത്ത് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവന്റെ വാമൊഴികളിലൂടെ അനേകർ നിത്യജീവന്റെ ഓഹരിക്കാരായി തിരുവനടയെത്തുന്നു. ഉള്ള കഥ പറഞ്ഞത്, അതെ ഇപ്പോൾ തന്നെ നോക്കിയാൽ നിലങ്ങൾ കൊയ്ത്തിനായി വെളുത്തിരിക്കുന്നു. ശമരിയ ദേശത്ത് വലിയ മാറ്റം ഉണ്ടാക്കുവാൻ 2 ദിവസത്തെ ക്രിസ്തുവിന്റെ താമസ മുഖാന്തരം കഴിഞ്ഞെങ്കിൽ ദിവസങ്ങളിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ക്രിസ്തു നമ്മളോട് വസിച്ചാൽ മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം, രാത്രി പ്രാർത്ഥിക്കും, കർത്താവേ നീയോട് കൂടി ഉണ്ടെങ്കിൽ സുവിശേഷത്തിലേക്ക് വിശ്വസിക്കുവാൻ അനേകരെ എഴുന്നേൽപ്പിക്കാൻ സാധിക്കും. അതെ, ഏറ്റവും അധികം പേർ അവന്റെ വചനം കേട്ട് വിശ്വസിച്ചു. ഇന്ന് രാത്രിയിൽ വരച്ചുകൊള്ളുക, അതെ ശ്രദ്ധിച്ചുകൊള്ളുക. നിശ്ചയമായിട്ടും ക്രിസ്തു പാർക്കുന്ന കുടുംബമാണെങ്കിൽ, യേശു പാർക്കുന്ന സഭയാണെങ്കിൽ, ക്രിസ്തു വസിക്കുന്ന ജീവിതമാണെങ്കിൽ ഏറ്റവും അധികം പേർ വിശ്വസിപ്പാൻ ഇടയാത്തിരും. അതിന്റെ ശക്തികളായി തീരുവാൻ ദൈവമായ കർത്താവ് ഉപയോഗിക്കുന്ന എല്ലാ വ്യക്തികൾക്കായി, മുഖാന്തരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരുപക്ഷെ ഒരു സന്ദേശം
അല്ലെങ്കിൽ ഒരു ലഘുലേഖ, അല്ലെങ്കിൽ ഇന്നത്തെ പുതിയ ആധുനിക മാധ്യമങ്ങളിലൂടെയുള്ള സന്ദേശം ആരുടെയെങ്കിലും ഹൃദയത്തിൽ ദൈവാത്മാവ് എത്തിച്ചു കഴിയുമ്പോൾ അതവരെ നിത്യജീവനോപരിക്കാരാക്കി തീർക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, അതെ, അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. സ്ത്രീക്ക് വളരെ സന്തോഷം തോന്നി. അവൾ വളരെ സന്തോഷമുള്ളതായി തീർന്നു. ഞാൻ വിചാരിക്കുന്നത് അവൾ പോയി പറഞ്ഞത് മുഖാന്തരമായി 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമുണ്ടായി. അവൾ പറയുക, നീ ഞങ്ങളോട് പറഞ്ഞത് ആ വാക്കുകൊണ്ട് തന്നെ. അവളെ അവർ ധിക്കരിച്ചു കളയല്ല ചെയ്തത്, അവളെ അവർ ആദരിക്കുകയാണ് ചെയ്തത്. അപ്പൊ പറയാണ്, ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. സ്ത്രീയെ, നീ എന്ന് പറഞ്ഞത് ഉപകാരമായി. അതുകൊണ്ട് നീ പറഞ്ഞ സാക്ഷ്യം കേട്ട് ഞാൻ വന്നത് നന്നായി. അതുകൊണ്ട് മാത്രമല്ല, അവന്റെ വായിൽ നിന്ന് വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ആ ശബ്ദത്തിൽ അറിഞ്ഞിരുന്ന സ്നേഹം, വിടുതൽ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് ഇവനാണ് സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. രാത്രിയിൽ ക്രിസ്തുവിന്റെ അടുക്കൽ വരുന്നവർക്ക്, യേശുവിന്റെ അടുക്കൽ വരുന്നവർക്ക് അവന്റെ വാക്കിന്റെ ശബ്ദവും ആ സ്നേഹത്തിന്റെ ആ സ്വാധീനതയും ഉണ്ടാകുമ്പോൾ ഉറക്കെ പറയാൻ കഴിയും, ഏത് ജാതിയിൽപ്പെട്ടതാണെങ്കിലും, ഏത് പ്രശ്നം കൽപ്പിച്ച് മാറ്റി നിർത്തുകയാണെങ്കിലും, ഏത് അകലെയുള്ളതാണെങ്കിലും, രാത്രിയിൽ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മെ ദൈവത്തോട് സമീപസ്ഥരാക്കി തീർക്കുന്നു. അത് പാപമുഖാന്തരം ദൂരസ്ഥരായി പോയ ജാതികൾ അതാ പറയുന്നത്. ദൈവമായ കർത്താവ് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൂരസ്ഥരായ നമ്മുടെ കർത്താവ് എല്ലാവർക്കും പറയുന്നത് ദൂരസ്ഥരായി പോയ പാപമുഖാന്തരം ദൂരസ്ഥരായി പോയിരുന്നു നമ്മെ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അവന്റെ വചനത്താൽ സമീപസ്ഥരാക്കി തീർത്ത് സത്യദൈവത്തെ ആരാധിക്കുവാൻ എന്നാണ് നമ്മളെ വസിക്കുന്ന അവന്റെ ആലയങ്ങളെ തീരുവാൻ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ദൈവസഭകളെയും ഈ ലോകത്തിന്റെ വെളിച്ചങ്ങളാക്കി നിയമിച്ചിരിക്കുന്ന ദൈവസ്നേഹത്തിന് രാത്രി നന്ദി പറയാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് ഇവിടെ പറയുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള സന്ദർഭമാണ്. ഈ സുവിശേഷം പുസ്തകം, ബൈബിൾ, യേശുവിന്റെ ചരിത്രം എന്നുള്ളത് കഥയല്ല. അത് വസ്തുതാപരമായ കാര്യങ്ങളെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതേക്കുറിച്ചുള്ള ഒരു പഠനം, ഈ 4 സുവിശേഷങ്ങളെ കുറിച്ച് ശരിയായ രീതിയിൽ പഠിച്ചു വെക്കാമെങ്കിൽ നമുക്ക് യേശുക്രിസ്തുവിന്റെ 3 വർഷത്തെ ശുശ്രൂഷയോട് ബന്ധത്തിലെ ഒരു ചരിത്രം നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. യേശു എവിടെയായിരുന്നു, എവിടെ എന്ത് ചെയ്തു എന്നൊക്കെ ഉള്ളത് 4 സുവിശേഷങ്ങൾ അച്ചടിക്കണം. ഈ 2 ദിവസം ശമരിയ പട്ടണത്തിൽ താമസിച്ച ശേഷമായി 2 നാൾ കഴിഞ്ഞിട്ട് പറഞ്ഞത് ഒരു ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ആണ്, എന്ന് പറഞ്ഞാൽ പ്രൂഫാണ്. 2 ദിവസം അവിടെ പാർത്തു. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ അവിടം വിട്ടു ഗലീലയ്ക്ക് പോയി. യേശുക്രിസ്തു അവിടം വിട്ട് ഗലീലയ്ക്ക് പോയി. ഗലീലയ്ക്ക് പോകുകയാണ്. ഗലീലയ്ക്ക് പോയി പ്രവാചകന് തന്റെ പ്രദേശത്ത് ബഹുമാനമില്ല എന്നു യേശു തന്നെ സാക്ഷ്യം പറഞ്ഞു. പ്രവാചകന് തന്റെ പൊതുദേശത്ത് ബഹുമാനമില്ല എന്ന് യേശു തന്നെ സാക്ഷ്യം തന്നെ പറഞ്ഞിരുന്നു. ഈ അടുത്തുള്ളവർക്കൊന്നും അവരെ അറിയാൻ കഴിയത്തില്ല, പ്രത്യേകിച്ച് സ്വന്തക്കാർക്ക്. അവരിത്ര ഉള്ളല്ലോ, ഇന്നയാളല്ലേ, ഞങ്ങൾക്കറിയാമല്ലോ, അച്ഛന്റെ മകനല്ലേ, ജോസഫല്ലേ, ഞങ്ങളുടെ ബന്ധുവല്ലേ. പക്ഷെ ഇവർക്ക് പ്രദേശത്തുള്ളവർക്ക്, നസ്രത്തിലുള്ളവർക്കൊക്കെ അത് അറിയത്തുണ്ടായിരുന്നു. തന്റെ പ്രദേശത്ത് ബഹുമാനമില്ല എന്ന് യേശു തന്നെ സാക്ഷ്യം പറഞ്ഞിരുന്നു. അവൻ ഗലീലയിൽ എത്തിയപ്പോൾ ഗലീലക്കാർ തങ്ങളും പെരുന്നാളിൽ പോയി. അവൻ യെരൂശലേമിൽ വെച്ച് പെരുന്നാളിൽ ചെയ്തതൊക്കെയും കണ്ടതുകൊണ്ട് അവനെ അംഗീകരിച്ചു. ഒരു ബഹുമാനം ഇല്ലാതെ കർത്താവ് സൂക്ഷിച്ച സമയത്ത് വലിയ ബഹുമാനം എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയപ്പോൾ ഒന്നും കർത്താവിന് വലിയ ബഹുമാനം കൊടുത്തതിനാൽ യെരൂശലേമിൽ പെരുസകയ്ക്ക് ചെയ്തത് കണ്ടിരുന്നു. അതിന്റെ 2-ാം അധ്യായം പറഞ്ഞിട്ടുണ്ട്. യേശു പെസക പെരുന്നാളിന് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2-ാം അധ്യായം 13-ാം വാക്യത്തില് പെരുന്നാൾ പെസക സമയമാകൊണ്ട് യേശു യെരൂശലേമിലേക്ക് പോയി. അത് ചിന്തിച്ചായിരുന്നു. അപ്പൊ യെരൂശലേമിൽ ചെന്ന് ആ പള്ളി അവിടെ ഉണ്ടായിരുന്നവരെ അതിനെ ശുദ്ധമാക്കി കർത്താവ് അതിനെ ദൈവത്തിന്റെ മന്ദിരത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വെളിപ്പെടുത്തി കൊടുത്തു. അതിന് 21-ാം ഭാഗത്തിൽ പെസക പെരുന്നാളിൽ യെരൂശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു.
ഇവിടെ ഈ കഥ ചെയ്ത അടയാളങ്ങൾ കനാവിലെ കല്യാണത്തിന്റെ ശേഷമായി കർത്താവ് പോയത് ഈ പെസഹ പെരുന്നാളിലായിരുന്നു. പെസഹ പെരുന്നാൾ കഴിഞ്ഞിട്ട് കർത്താവ് യഹൂദ ദേശത്തേക്ക് കടന്നുപോയി. അതിനുശേഷമായി കർത്താവ് അവിടുന്ന് മടങ്ങി വരുന്ന സന്ദർഭത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ അല്ലെങ്കിൽ ഇതിനോട് ബന്ധത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ കർത്താവ് ഗലീലയിലെ കനാവിലെ കല്യാണ ശേഷമാണ് യെരൂശലേമിൽ അത്ഭുതം ചെയ്യുന്നത്. അതിനുശേഷം യഹൂദദേശത്ത് നിന്ന് മടങ്ങി കർത്താവ് ഇവിടെ വീണ്ടും വരുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഗലീല കർത്തങ്ങളും പെരുന്നാളിൽ പോയി യെരൂശലേമിൽ പെരുന്നാളിൽ ചെയ്തൊക്കെയും കണ്ടതുകൊണ്ട് അവനെ അംഗീകരിക്കും. കർത്താവ് അവിടെ ചെയ്ത അത്ഭുതം അയാൾ കണ്ടപ്പോൾ പണ്ടുള്ളതിന് വ്യത്യസ്തമായി യേശുവിനെ ചിലര് അംഗീകരിപ്പാൻ കഴിയാത്തതും. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അന്ന് മകൻ രോഗിയായി എന്നൊരു രാജ്യഭക്തൻ കപർന്നഹൂമിലുണ്ടായിരുന്നു. യേശു വീണ്ടും അടയാളങ്ങളുടെ ആരവമായി ചെയ്ത ഗലീലയിലെ കാനാവിൽ വന്നു. അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജ്യഭക്തൻ കപർന്നഹൂമിലുണ്ടായിരുന്നു. യേശുവിനെ കുറിച്ചുള്ള ശ്രുതി ദേശത്തൊക്കെ പരക്കാൻ തുടങ്ങി. ഈ വെള്ളം കോരിയതും വീഞ്ഞാക്കിയതും തുടർന്ന് ശുശ്രൂഷയൊക്കെ ഈ വെള്ളം കോരിയൊക്കെ മാത്രമേ അറിയത്തുണ്ടായിരുന്നു. ബാക്കി ആരും അറിഞ്ഞിരുന്നില്ല. എന്നാൽ വെള്ളം കോരിയവര് ഈ വീഞ്ഞ് വഴി വിരുന്ന് അത് രുചിച്ചു നോക്കിയ ശേഷമായി ഇത്ര നല്ല വീഞ്ഞാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈ വെള്ളം കോരിയ ആൾക്കാര് അവർക്കറിയാമായിരുന്നു ഇതെവിടുന്നാ ഉണ്ടാക്കി. അവര് നിശബ്ദരായി നിന്നില്ല. അവർ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ കോരിയ വെള്ളം, കൽത്തൊട്ടിയിൽ ഞങ്ങൾ ഒഴിച്ച വെള്ളം, അതിനെ വക്കോളം നിറച്ച് കോരിയെടുത്ത് അവന്റെ വാക്കിൻ പ്രകാരം കോരിയെടുത്തു കഴിഞ്ഞപ്പോൾ അത് മുഴുവനും മേത്രമായ വീഞ്ഞാക്കി മാറ്റിയ ഒരുവനാണ് യേശു എന്നുള്ള ശ്രുതി ദേശത്തെല്ലാം പരക്കൊണ്ടത്. അപ്പോൾ കനാവിൽ വന്നു. അങ്ങനെ ആ ഒരു ശ്രുതി ഉള്ളതുകൊണ്ട് ഈ കപർന്നഹൂമിലെ ഒരു രാജ്യഭക്തനായിട്ടുള്ള യേശുവിനെ കുറിച്ച് കേട്ടു. അവന്റെ അടുത്ത് വന്നു. യേശു യഹൂദദേശത്ത് നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് അവന്റെ അടുക്കൽ ചെന്നു. തന്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു. യേശു വരുന്നത് കാത്തിരിക്കുകയായിരുന്നു രാജ്യഭക്തൻ. കാരണം ഇവന്റെ മകന് പെട്ടെന്നൊരു ദിവസം കൊണ്ടായ രോഗമല്ല. ഇവൻ കാത്തിരിക്കുക, അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക യേശു വന്നു എന്ന്. കാനാവിലെ വെള്ളം വീഞ്ഞാക്കി യേശു, അത്ഭുതങ്ങളെ ചെയ്യുന്ന യേശു, അവൻ എപ്പോൾ ഈ ഗലീലയിൽ വന്നാലും എനിക്കറിയണം, അവന്റെ അടുക്കൽ എനിക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തോടെയായിരുന്നു ഈ രാജ്യഭക്തനായിരുന്നത്. ഈ രാജ്യഭക്തൻ ഒരിക്കലും അന്യദേശക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് യഹൂദബന്ധത്തിലുള്ളവരായതുകൊണ്ടാണ് നേരിട്ട് യേശുവിന്റെ അടുക്കൽ വരുന്നത്. രാജ്യഭക്തനും അതുപോലെ തന്നെ ശതാധിപനും തമ്മിൽ വ്യത്യാസമുണ്ട്. അന്ന് യഹൂദന്മാരുടെ ഇടയിൽ രാജ്യഭക്തന്മാരായിട്ടുള്ളവർക്ക് ഉണ്ട്. ഇതൊക്കെ അതേക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞതാണ്. ചില ശതാധിപനൊക്കെ എന്തുകൊണ്ട് നേര് വരാത്തപ്പോൾ നേരിൽ വന്നത് എന്നൊക്കെയുള്ള സംശയമൊക്കെ ഉണ്ടാകും. ഇവിടെ രാജ്യഭക്തൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ രാജ്യഭക്തന്റെ മകന് ഇപ്പൊ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കപർന്നഹൂമിലെ ശതാധിപന്റെ ബാല്യക്കാരനെ ദൈവം സൗഖ്യമാക്കിയിട്ടുണ്ട്. നമുക്കതേക്കുറിച്ച് അറിയാം. ഈ അങ്ങനെ നിരവധി സംഭവങ്ങൾ ഇതിന്റെ അകത്ത് കിടപ്പുണ്ട്. എല്ലാം ഒന്നാണ് നമ്മൾ ധരിച്ചു വെക്കരുത്. കപർന്നഹൂമിലെ രാജ്യഭക്തൻ ഉണ്ടായിരുന്നു. അവന്റെ മകൻ രോഗിയായിരുന്നു. ഈ രോഗിയായിരുന്ന മകൻ മരിക്കാറാകുന്ന ദിവസം അടുക്കുകയാണ്. ഇവൻ കാത്തിരിക്കുന്നത് യേശു വരണമെന്നുള്ളതാണ്. രാജ്യഭക്തന് രാജാവിന്റെ റെക്കമെൻഡേഷൻ എല്ലാ മേഖലകളിലുമുണ്ട്. എവിടെ വേണമെങ്കിൽ ചികിത്സിക്കാനുള്ള
സൗകര്യങ്ങളൊക്കെ ഒരുക്കപ്പെടും, പക്ഷെ അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. നിലവിന് മനസ്സിലായി യേശുവിന്റെ അടുക്കൽ വന്നാൽ വിടുതലുള്ളതുള്ളത് കേട്ടിട്ടുണ്ട്. യേശു ഗലീൽ വന്നു എന്ന് അവൻ കേട്ട് അവരുടെ അടുക്കൽ ചെന്നു. തന്റെ മകൻ ആയിരിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു. പറയാ, കർത്താവേ, നീ വന്ന് അവനെ സൗഖ്യമാക്കണം. പനിയാണെങ്കിൽ, ചെറിയ അസുഖമാണെങ്കിൽ ഒരുപക്ഷെ യേശു വാക്കുവായോ അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം കൊടുക്കുകയോ ചെയ്താൽ ശരിയാകും. പക്ഷെ മരിപ്പാറായതുകൊണ്ട് ഡോക്ടർ തന്നെ വരണം, അല്ലെ? അങ്ങനെയല്ലേ? അങ്ങനെ നമ്മള് ആശുപത്രി ചെല്ലുമ്പോ അവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാള് ഡോക്ടർ ഇല്ലെങ്കിൽ, ഒരു പനിയൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ മരുന്ന് വരും, അല്ലെ? ഇപ്പൊ അത് ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. അവർക്കറിയാം, ഓക്കെ, ഇങ്ങനെ കൊടുത്താൽ കുഴപ്പമില്ല എന്നുണ്ട്. പല സ്ഥലങ്ങളിലും എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഡോക്ടർമാർക്ക് ഇല്ലാത്ത സമയത്ത് അന്ന് ചെറിയ ക്ലിനിക്കും അവിടെയൊക്കെ ഉണ്ടായിരുന്ന നഴ്സുമാരൊക്കെയാണ് അവിടെ ചികിത്സ നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞത് 40 വർഷം മുമ്പുള്ള ചരിത്രങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അന്ന് എല്ലാ സ്ഥലങ്ങളിലും ഡോക്ടർമാരൊന്നുണ്ടായിരുന്നു, നഴ്സുമാർ കുറവായിരുന്നു. അന്നത്തെ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ കൃപയാലങ്ങ് ജീവിച്ചു പോകുന്നതാണ്, അല്ലെ? അങ്ങനെയല്ല ജീവിച്ചു പോകുന്നത്. അതെല്ലാരും ഇന്നത്തെ പോലെ ബ്ലഡ് ചെക്ക് ചെയ്തും ഒക്കെയാണ് ജീവിച്ചത്, അല്ല. അന്നത്തെ ജീവിതശൈലി മാറി. അതുകൊണ്ട് പറഞ്ഞല്ലോ, അന്നുണ്ടായിരുന്ന ജീവിതശൈലി മാറി നിന്ന് രോഗം ഒരുപാടുണ്ടായിരുന്നു. അന്ന് കഴിച്ച വെള്ളവും ആഹാരവും, അന്ന് കുടിച്ച വെള്ളവും ഒക്കെ നല്ല വെള്ളങ്ങളെ, നല്ല ആഹാരമാണ്, രോഗമുണ്ടാക്കുന്നതായിരുന്നില്ല. അതുകൊണ്ട് ഡോക്ടറും ആശുപത്രിയുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു, അറിയില്ലായിരുന്നു. ഇപ്പൊ ആഴ്ചയില് ബ്ലഡ് ചെക്ക് ചെയ്യണം, കൊളസ്ട്രോൾ ഉണ്ടോ നോക്കണം. ഇതെല്ലാം സാഹചര്യം മാറി. 40-50 വർഷം മുമ്പുള്ള ഒരു കാലഘട്ടത്തെ നമുക്കിപ്പം എടുത്ത് പഠിച്ച് നമ്മളിതൊക്കെ കണ്ടവരാ. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇന്ന് പണ്ടത്തെ പോലെ ഞങ്ങൾ അന്നത്തെ കാലം ഇന്ന് ജീവിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? പറ്റത്തില്ല. അന്ന് ഡോക്ടർ ഇല്ലായിരുന്നല്ലോ, നഴ്സ് ഇല്ലായിരുന്നല്ലോ, അന്നും എല്ലാവരും ജീവിച്ചില്ലേ. ഇന്നെന്തിന്റെ ആവശ്യം? അന്നത്തെ സാഹചര്യം മാറി. അന്ന് വാഹനം ഇതുപോലെ ഇല്ലായിരുന്നു, കെമിക്കൽസ് അതുപോലെ ഇതല്ലായിരുന്നു, രാസവളങ്ങളില്ലായിരുന്നു. അന്ന് പ്രകൃതി ശുദ്ധമായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് ജീവിക്കണമെങ്കിൽ ഇതെല്ലാം ആവശ്യമായി വന്നതുകൊണ്ട് പ്രകൃതിക്ക് മാറ്റം വന്നു, ജീവിതശൈലി രോഗങ്ങൾ വന്നു. ബ്ലഡിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ കണ്ടുപിടിക്കേണ്ട അത്യാവശ്യമുണ്ട്. കണ്ടുപിടിച്ചാൽ മതിയാകുള്ളൂ. ചികിത്സയുടെ രീതി മാറി. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് ഡോക്ടർമാരില്ലായിരുന്നു, ആരെങ്കിലും മരുന്ന് തന്നെ കുറവായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അന്ന് ആരെങ്കിലും തരുന്ന ഒരു മരുന്ന് കഴിച്ചാൽ മതി. പക്ഷെ വലിയൊരു വിഷയം വന്നാൽ ജീപ്പെടുത്ത് അടുത്ത ഹോസ്പിറ്റലിലേക്ക് ഓടും, വേഗത്തിൽ വിടും. ഡോക്ടറെ കണ്ടേ മതിയാകും. അന്ന് വരെ കണ്ട സാധാരണ ഒരു ഇഞ്ചക്ഷൻ കൊണ്ടോ ഒരു മരുന്ന് കൊണ്ടോ പറ്റത്തില്ല. ഇവിടെ ഇവൻ പറയുകയാണ്, എന്റെ മകന്റെ സ്ഥിതി ഇപ്പോൾ ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നീ വരണം, നീ വന്ന് അവനെ സൗഖ്യമാക്കണം. ഇവന്റെ ചിന്ത അതാണ്. യേശു വരണം, അവന്റെ വീട്ടിൽ വരണം. നമുക്കറിയാം, ചില പറയും എന്റെ വീട്ടിനകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയാം. ഇവിടെ ഇവ പറയാം, നീ വരണം, എന്റെ വീട്ടിൽ വരണം. എന്താ രാജ്യഭക്തനെ, നിനക്ക് ഇത്രമാത്രം ധൈര്യം യേശുവോട് പറയാനുള്ളത്? രാജാവിന്റെ ഭക്തനായതുകൊണ്ടല്ല കേട്ടോ. മനുഷ്യരാജാക്കന്മാരുടെ അധികാരം അവനറിയാം. പക്ഷേ യഥാർത്ഥ രാജാവായിരിക്കുന്ന യേശു അങ്ങനെ ആരുടെ അടുത്തും അവന്റെ അധികാരത്തിന്റെ യാതൊന്നും കാണിക്കാം താഴ്മയുള്ളവനായിരുന്നു. മനസ്സിലായോ? രാജഭക്തൻ വണങ്ങി നിൽക്കും, എന്നാൽ രാജാവായിരിക്കുന്ന യേശു ആരാണ് എന്നുള്ളത് നമുക്കറിയാം. അവന്റെ അടുക്കൽ വന്ന് അപേക്ഷിക്കുക, അടുക്കൽ വരണം. നമുക്കറിയാമായിരുന്നു യേശുവിന്റെ അടുക്കൽ അപ്രോച്ച് ചെയ്യാം. അവിടെ അടുത്ത് ചെല്ലാം. നമുക്കറിയാം, അവിടെ രാജാക്കന്മാരുടെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. എസ്തർ പറഞ്ഞില്ലേ, അതില്ല, ചെല്ലാൻ പറ്റത്തില്ല. പക്ഷെ ഒരവസരം നോക്കാതെ, ഒരനുവാദം നോക്കാതെ, ഒരു മധ്യസ്ഥന് കൂടാതെ
തരാൻ കഴിയുന്ന, രാജാതിരാജാവായിരിക്കുന്ന, കർത്താവായിരിക്കുന്ന ക്രിസ്തുവിന്റെ മുമ്പിൽ നമുക്ക് പ്രവേശിക്കുവാൻ, പറയുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ, നാം എത്ര ഭാഗ്യമുള്ളവരാ. അന്ന് രാത്രിയിൽ അവന്റെ സന്നിധിയിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ആ സ്വാതന്ത്ര്യം ഈ രാജ്യഭക്തന് മനസ്സിലായി. പറഞ്ഞത്, യേശുവേ, എന്റെ മകൻ മരിപ്പാറായതുകൊണ്ട് എന്റെ വീട്ടിൽ വന്ന് നീ അവനെ സൗഖ്യമാക്കണം. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, നിനക്കറിയാം ഞാൻ വന്നാൽ വിടുതലുണ്ടാകുമെന്ന്. നിനക്കൊരു ചെറിയൊരു വിശ്വാസമുണ്ട്. പക്ഷെ ഈ ഗലീല പട്ടണം എനിക്കറിയാവുന്ന പട്ടണമാണ്, ഞാൻ ജനിച്ചു വളർന്ന പട്ടണമാണ്. യേശു പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുകയില്ല. നിങ്ങൾ അടയാളങ്ങൾ അത്ഭുതം കണ്ടിട്ടില്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. രാജ്യഭക്തനോട്, കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ മരണമേ എന്ന് പറഞ്ഞു. കർത്താവ് സംസാരിക്കുമ്പോൾ ഈ രാജ്യഭക്തന്റെ ഉള്ളിൽ വേദന കൂടുക, അവന്റെ ആവശ്യബോധം വർദ്ധിക്കുക. പറയുക, മകൻ മരിക്കും മുമ്പ് മരണമേ എന്ന് പറഞ്ഞു. കർത്താവ്, നീ വേഗം വരണമേ. നമ്മൾ വിശ്വസിക്കുന്നത് കർത്താവ് വന്ന് സൗഖ്യമാക്കണമെന്നാണ്. കർത്താവിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, യേശുവോട് പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശുവോട് പറഞ്ഞു, കർത്താവ് യേശുവിനോട് പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. കർത്താവിനോട് ഞാൻ വിചാരിക്കുന്ന ഒരു തോളിൽ തട്ടി യേശു പറഞ്ഞിട്ടുണ്ട്, മനനിപ്പിക്കോ, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. അല്ലാതെ യേശു ദാർഷ്ട്യത്തോടല്ല പറഞ്ഞു, വെക്കോ, നിന്റെ മകൻ ജീവനെയല്ല പറഞ്ഞത്. ഇത് പറയുന്നത് കേൾക്കുമ്പോൾ അത് മനസ്സിലായി അത് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ സംസാര ശൈലിയിൽ യേശു പറഞ്ഞത് വെറുതെ ഒരു ദാർഷ്ട്യത്തോടെ നീ വെക്കോ, നിനക്ക് വിശ്വാസമില്ലാത്തനാ, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്ന, അങ്ങനെയല്ലേ കർത്താവ് പറഞ്ഞത്. കർത്താവിനെ അവന്റെ അവസ്ഥ കണ്ടിട്ട്, അവന്റെ ആവശ്യം കണ്ടിട്ട് യേശുവിനെ വിശ്വസിച്ചതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ വരേണ്ട ആവശ്യമൊന്നുമില്ല, ലഭിക്കൂ, എന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ യേശുവിന്റെ വാക്ക് കേട്ടപ്പോൾ നിർബന്ധിക്കാൻ നടന്നില്ല. രാത്രിയിലും പ്രിയപ്പെട്ടവരെ, നമ്മളൊരു പക്ഷേ വിചാരിക്കുന്ന അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കത്താൻ രൂപ ശബ്ദം കേട്ടാൽ മതി, അത് മതി, അത് വിശ്വാസമായി തീർന്നു. നമുക്കറിയാം, യേശു പറഞ്ഞ വാക്കിന്റെ അകത്ത് പ്രവൃത്തി ഉണ്ട് എന്നുള്ളത് വിശ്വസിച്ച് അവൻ പോയി. അവൻ പോകയിൽ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റു. ഇങ്ങോട്ട് വന്നത് വലിയ ഭാരത്തോടെ വന്നത്. യേശുവിനെ എങ്ങനെയെങ്കിലും വീട്ടിലേക്കൊന്ന് കൊണ്ടുപോകണം. എന്റെ മരിപ്പറായിരിക്കുന്ന മകൻ ജീവിക്കണം. ദുഃഖഭവനമായി വിലാഭവനമായി മാറാതെ എന്റെ മകന്റെ ശബ്ദം കേൾക്കണം. നമുക്കറിയാമല്ലോ, രോഗിയാക്കുന്നു കഴിയുമ്പോൾ ശബ്ദിക്കാൻ കഴിയാതിരിക്കുമ്പോൾ അവരുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കും. ഈ കുഞ്ഞ് വിചാരിച്ചു, യേശു വന്ന് എന്നെ സൗഖ്യമാക്കി ഇവൻ എഴുന്നേറ്റ് നടക്കുന്നത് എനിക്ക് കാണണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് പോയത്. സംസാരിച്ചപ്പോൾ ഒരാഗ്രഹവുമായിട്ടാണ് മടങ്ങി വരുന്നത്. എന്നോട് പറഞ്ഞത് യേശുവാണ്. അവൻ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും എന്നുള്ള വിശ്വാസത്തോടെ മടങ്ങിപ്പോകുമ്പോൾ ആ വീട്ടിൽ നടന്ന മരണം കാത്തിരുന്നവർ നോക്കിയപ്പോൾ രോഗിയായി കിടന്ന മകൻ ചാടി എഴുന്നേറ്റു. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ വാക്ക് സംസാരിച്ച
മരണം കാത്തിരിക്കുന്ന അവസ്ഥയിൽ നോക്കിയിരിക്കുന്ന ശ്വാസം വലിക്കുമെന്ന് നോക്കിയിരുന്നിടത്ത് യേശു സംസാരിച്ച വചനം അവിടെ വ്യാപരിച്ചപ്പോൾ ആ മരണാസനമായിരുന്ന കട്ടിൽ നിന്ന് ആ രാജഭക്തന്റെ മകൻ ചാടി എഴുന്നേറ്റു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ രാജഭക്തന്റെ ദാസന്മാർക്ക്, അല്ലെങ്കിൽ അവന്റെ നോക്കിയെന്നവർക്ക്, അവർ സന്തോഷത്തോടെ ഇവനെ അന്വേഷിച്ച് പുറപ്പെടുകയാണ്. പല വീട്ടിലെ ദാസന്മാർ നോക്കി നിൽക്കുകയാ. മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ യജമാനൻ വരുമോ, അവസാനമായി ഒരു നോക്ക് കാണുവാൻ കഴിയുമോ എന്നുള്ള രീതിയിൽ ആ കുഞ്ഞിന്റെ മരണക്കിടക്കയിൽ രാജഭക്തന്റെ ദാസന്മാർ നോക്കി നിൽക്കുകയാ. ഇന്ന് രാത്രിയിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. എല്ലാ കണ്ണുകളും ദൈവസാടയപ്പെടാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അതെ, ഇപ്പോൾ തീരും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ക്രിസ്തുവിന്റെ വചനം വേഗത്തിൽ ആ കവർന്ന കുമിലേക്ക് എത്തുവാനിടയെത്തുന്നു. ആ വീട്ടിനകത്തേക്ക് വ്യാപരിപ്പാനിടയെത്തുന്നു. യേശുവിന്റെ വാക്ക് കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ മരണാസന്നമായി കിടന്ന ആ കുഞ്ഞിലത് ജീവന്റെ ശക്തിയായി വ്യാപരിച്ചപ്പോൾ അവൻ ചാടി എഴുന്നേറ്റു. അവന്റെ മരണം നോക്കിയെന്ന രാജഭക്തന്റെ ദാസന്മാർ അത്ഭുതപ്പെട്ടു പോയി. അവർ വേഗത്തിൽ ഓടി സന്തോഷം അറിയിക്കാൻ. അങ്ങനെ എതിരേറ്റ് അവനോട് പറയുക, ദാസന്മാരെതിരേറ്റവനോട് നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. തുടർന്നുള്ള ഭാഗം സമയമില്ലാത്ത ഞാൻ നിർത്താൻ ആഗ്രഹിക്കും. നമ്മുടെ കർത്താവിന്റെ വാക്കുകൾക്ക് എത്ര വിലയാണ്. രാത്രി എല്ലാവരും അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നുണ്ട്. അതെ, അവന്റെ ഒരു വാക്ക് മാത്രം മതി. യേശുവിൽ വിശ്വസിക്കാം. അങ്ങോട്ട് പോയ ആ രാജഭക്തൻ വളരെ വേദനയോടെ അങ്ങോട്ട് പോയത് മരണാസന്നമായി കിടക്കുന്ന എപ്പോൾ വേണമെങ്കിലും അന്ത്യശ്വാസം വലിക്കുന്ന ഒരു കുഞ്ഞിനെ കണ്ടിട്ടാ പോയത്. അവസാനം വന്നോളം യേശുവിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. യേശുവിന്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞു, നീ പോയിക്കോ, നീ പോയി കഴിഞ്ഞാൽ വരണ്ട, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ആ വാക്ക് അവിടെ വ്യാപരിച്ചപ്പോൾ അപ്പോൾ സമയം 7 മണിയായിരുന്നു. സമയം ഏകദേശം 1 മണി. ആ സമയത്ത് യേശുക്രിസ്തുവിന്റെ വചനമെത്തിയപ്പോൾ ആ മകൻ ചാടി എഴുന്നേറ്റു. പണ്ടത്തെ പോലെ നടക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി, സൗഖ്യമായി തീർന്നു. മറ്റൊരു ട്രീറ്റ്മെന്റ് ആവശ്യം വന്നില്ല. രാത്രിയിൽ അത് ദൈവം സൗഖ്യമാക്കുന്നു, സമ്പൂർണ്ണമായി സൗഖ്യമാക്കുന്നു. അത്ഭുതകരമായ സന്തോഷത്തിന്റെ വാർത്ത കേൾക്കുവാൻ ഞാൻ നിങ്ങളും പ്രതീക്ഷിച്ചിരിക്കുന്ന ചില വിഷയങ്ങളുമേൽ സന്തോഷത്തിന്റെ വാർത്ത കേൾക്കുവാൻ ഇടയാക്കുന്നുള്ള തോത് അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കഥാ നമ്മെ ധാരാളമായി അനുഭവിക്കട്ടെ.